ദൈവത്തിന് സ്തോത്രം. അതുപോലെ സംസാരിക്കുന്ന സമയത്ത് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കുന്നവരും അങ്ങനെ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിൻ്റെ വലിയ ദാസൻ ഈ തലമുറയിൽ വിശുദ്ധിക്കും വേർപാടിനു വേണ്ടി നിൽക്കുന്ന പ്രൈസ് ദി ലോർഡ് ഒരു ആദ്യകാല കാലം മുതൽ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന കർത്താവിൻ്റെ വലിയ ദാസൻ പാസ്റ്റർ കെ.എം. ജോസഫ് ലൈനിലുണ്ട്. അദ്ദേഹത്തിൽ നമുക്ക് ദൈവത്തിൽ അല്പസമയം ശ്രദ്ധിക്കാം. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഡിസ്റ്റർബൻസ് ഉണ്ടാകാതിരിക്കുവാൻ എല്ലാവരും മ്യൂട്ട് ചെയ്യണമെന്ന് കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കർത്താവിന്റെ ദാസനെ വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥനയോടെ എല്ലാവർക്കും ദൈവം സഹായിക്കാം. കർത്താവിന്റെ ദാസനായ ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ദാസൻ സമയമെടുത്താട്ട് പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്ന് സമയമെടുത്താട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കേക്കാവോ? താങ്ക് യു ബ്രദർ കുര്യൻ ബ്രദറെ. ഇപ്പോൾ അതെ ഇൻട്രഡക്ഷനിൽ സംസാരിച്ചല്ലോ. ബ്രദർ ബാബുവിനായിട്ട് സ്തോത്രം. എനിക്ക് എത്ര പേരെ പരിചയമുണ്ടെന്ന് ഇതിനകത്ത് അറിയാൻ പാടില്ല. അവർക്ക് എന്നെയും ചിലപ്പോൾ കണ്ടേക്കാം. ഇങ്ങനെ ഒരു അവസരം ദൈവം നൽകിയതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. 67 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. എനിക്ക് അന്ന് 21 വയസ്സ് പ്രായമേ ഉള്ളൂ. ഞാൻ ബ്രിട്ടീഷ് മർച്ചന്റ് നേവിയിലെ ഒരു മറൈനറായിട്ട് 12 കൊല്ലം ജോലി ചെയ്തു. ആ കാലത്താണ് ഞാൻ രക്ഷിക്കപ്പെടുവാൻ ഇടയായത്. എൻ്റെ വീട് കോട്ടയമാണ്. ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് നെടുമ്പാശ്ശേരിക്ക് അടുത്ത് ഉള്ള പെരുമ്പാവൂരാണ്. കർത്താവിന്റെ കൃപയാൽ കഴിഞ്ഞ 50-ൽ പരം വർഷമായി കേരളത്തിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയോടുള്ള ബന്ധത്തില് ഇവിടെ പ്രവർത്തിപ്പാൻ കർത്താവ് ഇടയാക്കി. മറ്റ് കൂട്ട സഹോദരന്മാരായ സഭകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സൂമിൽ കൂടെയുള്ളതായ ശുശ്രൂഷ ദൈവമാണ് മനുഷ്യന് വേണ്ടി ഒരുക്കിയത് എന്നുള്ളത് സത്യമായ കാര്യമാണ്. സൗദി അറേബ്യ എനിക്ക് കാണാവോ? ഇവിടെ നിന്ന് കാണാൻ മേല. സൗദി അറേബ്യ ഉണ്ടോ? ഉണ്ട്. എന്നാ പിന്നെ കാണാവോ? എങ്ങനെയാ? സൂമിൽ കൂടെ കാണാം. സ്വർഗം ഉണ്ടോ? ഉണ്ട്. കാണാവോ? മേല. പിന്നെ എങ്ങനെ കാണാം? പ്രാർത്ഥനയിൽ കൂടെ കാണാം. ഇതാണ് അതിന്റെ അടിസ്ഥാന തത്വം. ദൈവം ഓരോ രഹസ്യങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ പാൻഡമിക്കുള്ള ഈ സമയത്ത് നമ്മുടെ നാട് വളരെ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോവുകയാണ്. എങ്കിലും ദൈവമക്കളെ അവിടെവിടങ്ങളിലായി പരിപാലിക്കുന്ന കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ദ 7-fold മിനിസ്ട്രി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതായത് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളായ 7 കാര്യങ്ങളാണ് ദ 7-fold മിനിസ്ട്രി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അത് 14 മുതൽ 19 വരെ ഇവിടെ പാസ്റ്റർ ബിനോയ് ജോൺ അത് വായിക്കുന്നതായിരിക്കും. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. അവന്റെ സ്തുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു. എല്ലാവരും അവനെ പ്രശംസിച്ചു. അവൻ വളർന്ന അവസരത്തിൽ വന്നു. ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്നു വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രഖ്യാപിക്കുവാനും പീഡിതന്മാരെ വിടുവിച്ചയക്കാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു നസ്രത്തിലെ പള്ളിയിൽ എഴുന്നേറ്റ് വായിച്ചതായ ഈ വേദഭാഗമാണ് ഞാൻ പറഞ്ഞത്. 7-fold മിനിസ്ട്രി ഓഫ് ക്രൈസ്റ്റ്. ഇത് യെശയ്യാ 61 നിന്നാണ് കർത്താവായ യേശു അന്ന് വായിച്ചത്. അത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് എഴുന്നേറ്റ് വായിച്ച ശേഷം പറഞ്ഞു,
ഇത് കേൾക്കയിൽ ഈ വചനത്തിന് നിവൃത്തി വന്നു എന്ന് പറയുകയുണ്ടായി. ഏതൊക്കെയായിരുന്നു കർത്താവിന്റെ ശുശ്രൂഷ, ഏതൊക്കെയായിരിക്കണം നമ്മുടെ ശുശ്രൂഷ എന്നുള്ളത് തെളിയിക്കുന്നതായ ഒരു വേദഭാഗമാണ് ഇവിടെ കാണുന്നത്. അവൻ ആത്മാവിന്റെ ശക്തിയോടെ അത് ഗലീലയിലേക്ക് മടങ്ങി വന്നു. അവന്റെ സ്തുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. അവനവരുടെ പള്ളികളിൽ ഉപദേശിച്ചു. എല്ലാവരും അവനെ പ്രശംസിച്ചു. പിന്നെ വളർന്ന് നസ്രയത്തിൽ വന്ന് പുസ്തകം എടുത്ത് വായിച്ച ഭാഗമാണ് ഇവിടെ നാം വായിച്ചത്. കർത്താവായ യേശു ക്രിസ്തു സകല പരീക്ഷകളും പരിശോധനകളും ടെസ്റ്റും കഴിഞ്ഞാണ് വേലയ്ക്കായിട്ട് ഇറങ്ങിയത്. സാത്താൻ തന്നെ പരീക്ഷിപ്പാൻ പല വഴികളും ഉപയോഗിച്ചു. അവിടെയെല്ലാം വചനത്താലും ശക്തിയാലും കർത്താവ് അതിനെ എതിർത്ത് ജയിച്ചു. യോർദാൻ നദിയിൽ പരിശുദ്ധാത്മാവിലുള്ള സ്നാനം കർത്താവിനുണ്ടായി. ഇവിടെ ആദ്യമേ പറയുന്നത് അതെ, ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഒരു അനോയിന്റിങ് കർത്താവിനുണ്ട്. ദൈവം എന്നെ അഭിഷേകം ചെയ്തു. എല്ലാ പെന്തക്കോസ്ത വിശ്വാസികളും അറിഞ്ഞിരിക്കേണ്ടതായ ഒരു രഹസ്യം, പരിശുദ്ധാത്മാവിന്റെ അംശമില്ലാതെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൂടാതെ ദൈവവചനം പ്രസംഗിപ്പാൻ എഴുന്നേറ്റവരൊക്കെ തോറ്റുപോവുക ചെയ്തിട്ടുള്ളത്. 1901 ചാൾസ് പെർഹാമിന്റെ ബൈബിൾ കോളേജിൽ നടന്ന പെന്റിക്കോസ്റ്റ് ഉണർവെന്ന് നമ്മൾ പറയുന്ന ആ കാലം മുതൽ ഈ പെന്തക്കോസ്റ്റിന്റെ കാലത്ത് മാത്രമേ വലിയ മെഗാ ചർച്ചുകളും ലക്ഷക്കണക്കിന് ആളുകളും മുന്നോട്ട് വന്നിട്ടുള്ളൂ. മാർട്ടിൻ ലൂഥർ നവീകരണ കർത്താവായിരുന്നു. അതേ, തന്റെ കാലങ്ങൾക്ക് ശേഷം 16-ാം നൂറ്റാണ്ടിന് ശേഷം 20-ാം നൂറ്റാണ്ട് വരെ സംഗതി എടുത്താൽ സഭാ വളർച്ച നടന്നിട്ടില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ദൈവത്തിന്റെ വചനം ശക്തിയോടെ മുഴങ്ങി ചെല്ലണമെങ്കിൽ അഭിഷേകം ആവശ്യമാണ്. ഞാൻ പറഞ്ഞ 67 കൊല്ലം മുമ്പാണ് ഞാൻ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ വന്നത്. അതും എന്റെ കടലിലെ ജീവിതത്തിലാണ്. 954 ഞാൻ ന്യൂയോർക്കിൽ വന്നതാണ്, എനിക്ക് 21 വയസ്സുള്ളപ്പോൾ. അപ്പോൾ ഇത്രയും കാലങ്ങൾ കഴിഞ്ഞു പോയി. ആ വിളിയിൽ വെച്ചാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്, ന്യൂസിലൻഡിൽ വെച്ച്. ആ കാഴ്ചപ്പാടും ആ രക്ഷയുടെ അനുഭവമാണ് എന്നെ വേലയിലേക്ക് ഇറക്കി വിട്ടത്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ലോകം മുഴുവൻ യാത്ര ചെയ്യുവാൻ ദൈവം എനിക്ക് സഹായിച്ചു. കാനഡയില് 3 റിവേഴ്സ് അവിടെല്ലാം 54 തന്നെ ഞാൻ വന്നിട്ടുണ്ട്. അന്ന് മഞ്ഞ് ഉള്ള കാലം പെയ്ത് കിടക്കുകയാണ്. അപ്പൊ സുവിശേഷം അറിയിപ്പാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു കാര്യം, ഈ ശുശ്രൂഷ, അതായത് സുവിശേഷം കേട്ടതായ രാജ്യങ്ങൾ ലോകം മുഴുവൻ കറങ്ങി നടന്നപ്പോൾ ഞാൻ കണ്ടു. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, അതെ, യൂറോപ്പ്, ബ്രിട്ടൻ, കാനഡ, അങ്ങനെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച രാജ്യങ്ങൾക്ക് വന്നതായ മാറ്റങ്ങൾ ഞാൻ കണ്ണിൽ കണ്ടു, പോയി കണ്ടു. അതുകൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി, വെളിച്ചം ലോകത്തിൽ വരണമെങ്കിൽ സുവിശേഷം കൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതാണ് എന്നെ പ്രേരിപ്പിച്ചത്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇവിടെ പറയുന്നത്, യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ കൂടിവരവുകളിൽ അഭിഷേകത്തെ കുറിച്ചോ പരിശുദ്ധാത്മാവിനെ കുറിച്ചോ സാധാരണ വളരെ ചുരുക്കമായിട്ടായി പോയി കാര്യങ്ങൾ. കാരണം വണ്ടിക്ക് നമ്മളെ നിർത്താൻ നേരത്ത് ബ്രേക്ക് ഔട്ടുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ കാര്യം പറയും. കൃപാവരങ്ങളെ കുറിച്ചോ ആത്മാവിന്റെ നിറവിനെ കുറിച്ചോ ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ചോ ആത്മശക്തി, രോഗശാന്തി, വിടുതല, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ പിതാക്കന്മാര് അനുകരിച്ചിരുന്നത്. അത് മുഖാന്തരം ആ കാലത്ത് ദരിദ്രൻ എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ദരിദ്രൻ തന്നെയല്ല, തള്ളപ്പെട്ട ജനത്തിന് ഒരു വിടുതലിനാണ് യേശു വന്നത്. അതായത് നഷ്ടപ്പെട്ട ജനത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കാഹളമാണ് യേശു ഊതിയത്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. മനുഷ്യനെ മൃഗമായി എണ്ണിയ കാലം, അത് രാജാക്കന്മാരുടെ ഭരണകാലം, മനുഷ്യർ ദരിദ്രരും രോഗികളും കുരുടരും കാഴ്ചയില്ലാത്തവരുമായി കഴിയുന്ന കാലം. അപ്പോൾ ആ കാലത്താണ് യേശു എന്ന് പറഞ്ഞത്, ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ. ഗോസ്പൽ, ഗോ കൂടാതെ ഗോസ്പൽ ഇല്ല. അപ്പൊ ആ സുവിശേഷം അറിയിപ്പാൻ നമ്മുടെ മലങ്കരയിലും അതേ അപ്പോസ്തലന്മാർ വന്നു എന്നാണ് ചരിത്രം പറയുന്നത്.
ഏതായിരുന്നാലും പ്രധാനമായ ഒരു വിഷയം കർത്താവായ യേശു പറഞ്ഞത് ശ്രദ്ധിക്കുക. നമ്മളുടെ യോഗങ്ങളില്, നമ്മുടെ ആരാധനകളില് എല്ലാം the fellowship, the koinonia of the Holy Spirit is needed. ഇന്ന് അന്യഭാഷയിൽ സംസാരിക്കുന്ന ഒരു സഭയെ കുറഞ്ഞു. അന്യഭാഷ പറയാൻ അങ്ങനെ പാസ്റ്റർക്ക് താല്പര്യവും കുറവാണ്. പിന്നെ എല്ലാം ചടങ്ങുകൾ പോലെ നടന്നു പോകുന്ന ഒരു കാലത്ത് വന്നിരിക്കുന്ന ഞാൻ 50 കൊല്ലമായി മിനിസ്ട്രി തന്നെയാണ്. കഴിഞ്ഞ 45 കൊല്ലമായി വടക്കൻ തിരുവിതാംകൂറിന്റെ സെൻട്രലിന്റെ ശുശ്രൂഷ. IPCയിലെ ഞാൻ ജനറൽ പ്രസിഡന്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്, സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്. എല്ലാം ആ കാലത്ത് എനിക്ക് അനുഭവപ്പെട്ട അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവ് നമ്മളോട് അവസാനമായി പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കണം. അതാണ് കർത്താവ് നമുക്ക് തന്നതായ കൽപ്പന. Salvation is not a termination, it is a starting point. See, in our churches nowadays salvation is enough. Okay, നീ രക്ഷിക്കപ്പെട്ടോ, ഓ ജ്ഞാനപ്പെട്ടോ, ഓ പ്രത്രമേജ് എടുക്കാം തീർന്നു. പിന്നെ ഇവ 40 കൊല്ലം സഭയിലെ ഒരൊരല് പോലെ ഇരിക്കുന്ന ആളെന്നുള്ളതിൽ കവിഞ്ഞ് പൊതുവെ കാണുന്നില്ല ആളുകളെ. അതുകൊണ്ട് ഒന്നാമതായിട്ട് പ്രീച്ച് ചെയ്യാൻ, സുവിശേഷം അറിയിപ്പാനേ കർത്താവ് പറഞ്ഞോളൂ. അതിന് സഹായമായി എന്റെ പാറക്കലിത്തോ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിട്ടുണ്ട്. നീ തന്നെ കടന്ന് വൈറ്റ് ചെയ്യണ്ട. You see, you need the help of the Holy Spirit. That is mightier than the Niagara waterfalls. പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടെങ്കിൽ അത്ഭുതങ്ങൾ നടക്കും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രസംഗിക്കുന്ന സഭകൾ പെരുകിക്കൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന സഭകളിൽ അത്ഭുതങ്ങൾ നടക്കും. എന്നാൽ കർത്താവിന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് മരുഭൂമിയിൽ സാത്താനോടുള്ള ഈ പോരാട്ടം കഴിഞ്ഞാണ് അതേ കർത്താവ് ശുശ്രൂഷ ആരംഭിക്കുന്നത്. See, there is a battle and there is a struggle and there is a test. ഒരു ടെസ്റ്റ് നമുക്കുണ്ടെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ രക്ഷിക്കപ്പെട്ട് നിന്നെ എന്തിനാ രക്ഷിക്കപ്പെട്ട് സഭയെ കൊണ്ടുവന്ന എന്തിനാ? വാട്ട് ഈസ് ദ വെരി പർപ്പസ് ഓഫ് എ ചർച്ച്? ഈ നമ്മള് പടുത്തുയർത്തിയിരിക്കുന്ന കെട്ടിടങ്ങളും നമ്മുടെ ആരാധനാ സ്ഥലങ്ങളും 2000 കൊല്ലം മുമ്പ് യേശു ജീവിച്ചെന്ന് പറയാനുള്ള ഒരു മോണമെന്റ് ആണോ അതോ ഒരു മൂവ്മെന്റ് ആണോ? We have got very big churches, decent people, educated people, but where? The thing is, ഈ സഭകൾ ഞാൻ ചോദിക്കുന്നത് യേശുവിനെ കുറിച്ച് പണ്ട് ജീവിച്ചിരുന്ന once upon a time there was a king called Jesus എന്ന് പറയാനാണോ? Is it a moment or is a monument? Today churches are monuments. വെറും ചരിത്രം പറയുകയാണ്. ഒരു കാലത്ത് യേശു ഒരാളുണ്ടായിരുന്നു, എലീശ ഉണ്ടായിരുന്നു, ഏലിയ ഉണ്ടായിരുന്നു. But are you practicing the presence of the Lord and the Holy Spirit? That's the main point. You see, ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ കൂടി വരുന്നു. അത് കർത്താവിന്റെ പുനരുത്ഥാനത്തെ കാണിക്കാനാണ്. ചർച്ചിന് വലിയ പങ്കുണ്ട്. എന്നെ ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നെങ്കിൽ അത് ചപ്പാത്തിയിൽ നിന്ന് ക്യാമ്പിൽ കിടക്കാനല്ല, അത് ഫൈറ്റ് ചെയ്യാനായിട്ടാണ് എന്നെ റിക്രൂട്ട് ചെയ്തിരിക്കുന്നത്. അല്ലാതെ പട ചേർത്തവനെ പ്രസാദിപ്പിക്കണം. See, Christ, you have been recruited, you have been selected for what? ഒരു മോണമെന്റ് ആയിട്ട് ഇരിക്കാനായിട്ടല്ല. You have to be a soldier of Jesus Christ. അപ്പൊ അതാണ് ഇന്ന് സഭകളിൽ കുറഞ്ഞു പോയിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയെ വന്നു, ഫിനിഷ്. Salvation is not a termination, it is a starting point. You start, go to the highways and byways and tell it around and let it abound. ഇന്ന് ആളുകൾ വളരെ ചുരുങ്ങുന്ന ആ കാര്യത്തിൽ. അപ്പൊ കർത്താവ് പറഞ്ഞത്, എന്റെ അഭിഷേകം ചെയ്തിരിക്കുന്നു, അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. Without the Holy Spirit and without the power of the Holy Spirit, you cannot build a church and you cannot lead a people. You see, that is lacking today. ഒരു പള്ളി പണിതു എന്നുള്ളതല്ല കാര്യം. എത്ര പേരെ നീ കർത്താവിലേക്ക് നേടി? And win the lost at any cost. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. കർത്താവിന് സ്തോത്രം. 1960
ഞാൻ ഷിപ്പിലായിരുന്ന കാലത്ത് ഞങ്ങളുടെ മുമ്പിൽ പോയ ഒരു കപ്പൽ മുങ്ങിപ്പോയി. ആ കപ്പലിൽ നിന്ന് SOS ലഭിച്ചു. അത് 40 പേരോട് കൂടി ഞങ്ങൾ മുങ്ങുകയാണെന്ന്. കൊടുങ്കാറ്റ്, തണുപ്പ്, ഭയങ്കരമായ തിരമാല, ഇതിന്റെ നടുക്ക് എന്ത് ചെയ്യും? അപ്പൊ സ്റ്റാർലൈറ്റ് എന്ന് പറയും, ആകാശത്തേക്ക് അടിക്കുമ്പോഴും കടലിലേക്ക് അടിക്കുമ്പോഴും മൈലുകൾക്ക് അപ്പുറം നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ അടുത്തു വന്നു കഴിഞ്ഞപ്പോൾ മുങ്ങിപ്പോയ സ്ഥലം എന്ന് പറഞ്ഞ സ്ഥലത്ത് തപ്പിയപ്പോൾ ഒരു വെളുത്ത കൈ കാണാം. അല്ലെങ്കിൽ ഒരുത്തൻ ഒരു ബോയിയെ പിടിച്ച് അത് കിടക്കുകയാണ്. ആ കൈ കാണിച്ച് ഇങ്ങനെ അത് കാണാമായിരുന്നു. ഞാൻ ഷിപ്പിന്റെ ഡെക്കിലുണ്ടായിരുന്ന സമയം നോക്കിയപ്പോൾ ഒരാള് കൈ ഉയർത്തി കാണിക്കുന്നു, വെളുത്ത നിറം കാണാം. അവന് വേണ്ടി മാത്രം ഞങ്ങൾ കപ്പല കൊടുങ്കാറ്റ് നിൽക്കുകയില്ല, അവനെ വലിച്ചെടുത്തു. തണുത്ത് മരച്ച് 12 മണിക്കൂർ വെള്ളത്തിൽ കിടന്ന മനുഷ്യനാണ്. അവനെ എടുത്ത് കപ്പലെ കയറ്റിയപ്പോൾ അവൻ ആദ്യം പറഞ്ഞത്, കപ്പൽ വിടരുത്, ചിലരുടെ എന്റെ അടുത്തുണ്ട്, പ്ലീസ് ഫോർ ദം യു സ്റ്റോപ്പ് ഹിയർ ആൻഡ് സെർച്ച് ദം. This must be the spirit of a Christian. If you are a saved man, why don't you tell to other people? If you have the love of Christ, why don't you tell to the other people? This is what is I wonder. നീ രക്ഷിക്കപ്പെട്ടു, നീ ആ സ്നേഹം കർത്താവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തു. പണ്ടൊരിക്കൽ ജയിലിലേക്ക് തൂക്കാനായിട്ട് ഒരാളെ കൊണ്ടുപോയപ്പോൾ ഈ ഫാഷനായിട്ട് ജയിലിലേക്ക് പോകുന്നവരോട് സുവിശേഷം പറയും. ഒരു ചാപ്ലിൻ അങ്ങനെ സുവിശേഷം പറഞ്ഞ് നീ അങ്ങോട്ട് മരിച്ചാൽ ഉടനെ കർത്താവിന്റെ അരികിലോട്ടാ പോകുന്നതെന്നൊക്കെ പറഞ്ഞു. അവനെ തൂക്കാൻ കൊണ്ടുപോവുക. പോയ വഴിക്ക് അവൻ പെട്ടെന്ന് നിർത്തിയിട്ട് ചോദിച്ചു, നീ പറഞ്ഞ സത്യമാണോ? അതെ. അങ്ങനെ ആയിരുന്നെങ്കിൽ നീ മുട്ട കുത്തി ലണ്ടന്റെ തെരുവ് മുഴുവൻ നടന്ന് യേശുവിനെ പാപക്ഷമയെ കുറിച്ച് പറയുമായിരുന്നു. ഇത് വെറും കളിപ്പീരാടമെന്ന് പറഞ്ഞ് അവൻ കഴുകുമരത്തിലേക്ക് പോയി. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, ആർ യു സീരിയസ്? ആർ യു സീരിയസ് ഇൻ ദ മാറ്റർ? ആർ യു സീരിയസ് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്? ട്രൂലി, സിൻസിയർലി? അതോ ഒരു ഫാഷനാണോ? അത് അങ്ങനെയാണെങ്കിൽ പള്ളി നിൽക്കുകയാണ്. ഏതെങ്കിലും ഒരു പള്ളി കൂടി നിന്നാൽ മതി. അവിടെയും അടിസ്ഥാനപരമായ പല ഉപദേശങ്ങളും ഉണ്ട്, ഇല്ലെന്നൊന്നും പറയാനൊക്കെയാണ്. എന്നാൽ ജീവിതമില്ലാതെ വന്നപ്പോഴാണ് നാം അവരിലേക്ക് തിരിഞ്ഞത്. അപ്പൊ ഇവിടെ വായിച്ച ഭാഗത്ത് കാണുന്ന ആത്മാവ് എന്റെ മേലുണ്ട്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. അപ്പൊ ആത്മാക്കളുടെ വിടുതൽ എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഞാനൊരു ബന്ധക്കോസുകാരനാണെന്ന് പറഞ്ഞതിൽ വലിയ കാര്യമൊന്നുമില്ല. എന്നാൽ നീ എത്ര പേരെ നേടിയിട്ടുണ്ട് എന്നുള്ളത് അതിപ്രധാനമായ കാര്യമാണ്. എല്ലാ നവീകരണ വീരന്മാരുടെയും ലക്ഷ്യം അതായിരുന്നു, നഷ്ടപ്പെട്ടവരെ തിരികെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. വാച്ച്മാൻ നീ എന്ന് പറയുന്ന ആള് ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ അതേ മുഖവരയ്ക്ക് ഇങ്ങനെ എഴുതി, ഈ പുസ്തകം ഞാൻ എൻ്റെ അമ്മയുടെ പേരിൽ പ്രതിഷ്ഠിക്കുന്നു. എൻ്റെ അമ്മയുടെ പാപം ഇതായിരുന്നു, പ്രസംഗിക്കാൻ ആളില്ലാതെ എങ്ങനെ കേൾക്കും, കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും. എൻ്റെ അമ്മ പാപത്തിൽ മരിച്ചു, അതിന്റെ കാരണം നോബഡി ടു പ്രീച്ച്. സോ എന്ത് വില കൊടുത്തും നീ പ്രാർത്ഥിച്ചാൽ അത് സാധിക്കും. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. അനേക വിശുദ്ധന്മാര് വളരെ ഇതിലെ ശക്തിയോടെ വേല ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ബോട്ടിൽ എവാഞ്ചലിസം എന്നൊരു ഇടപാട് നേവിയിലുണ്ട്. അതായത് ബോട്ടിലിനകത്ത് സുവിശേഷ ലിഖിലകൾ നിറച്ച് സീൽ ചെയ്ത് കടലിലിടുക. അത് മീൻപിടുത്തക്കാർക്ക് കിട്ടും. അങ്ങനെ അവർ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. സോ അറ്റ് എനി കോസ്റ്റ് we have to win the lost. This is our aim. It should be. ബദ്ധന്മാർക്ക് വിടില്ല. അത് കർത്താവിന്റെ ശുശ്രൂഷ ഏതായിരുന്നെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷ കാനഡയിലോ സൗദി അറേബ്യയിലോ ലോകത്തിൽ എവിടെ ഇരുന്നാലും നമ്മൾ പെട്ടെന്ന് കടന്നു പോവുകയെ പറയുന്ന പോലെ ഒന്നും നിൽക്കുകയില്ല. ഞാൻ 88 വയസ്സുകാരനാണെന്ന് ഞാൻ തന്നെ ഓർക്കുക, ഇത് എങ്ങനെ വന്നെന്ന് 88ാമത്തെ മൈലില്. കാരണം ടൈം വളരെ പോകും. നമ്മൾ പിന്നെ ഇവിടെ കാണുകയില്ല. നമ്മുടെ പേര് ബോഡി എന്നാണ് ഒരാൾ പറഞ്ഞു. മരിച്ചു കഴിഞ്ഞാൽ ബോഡി വന്നോന്നാ ചോദിക്കുന്നത്, തോമാച്ചം വന്നോന്നല്ല. നമ്മൾ വേഗം ഇവിടുന്ന് കടന്നു പോകും. അപ്പൊ വളരെ സൂക്ഷിക്കണം. അതെ, സമയം തക്കത്തിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. ആ ആത്മാവിന്റെ സ്പിരിറ്റ് നമ്മൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വെറും 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 മോണമെന്റ്, ഒരു പള്ളി, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ അടുത്ത കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, അത് തന്നെയുമല്ല ബദ്ധന്മാർക്ക് വിടുതൽ. കൈദിയിലോ അതാണ് ബദ്ധൻ. പ്രിസണേഴ്സ്,
കൈദികളാണ്, അവർ ബന്ധിതരാണ്. കർത്താവിന് സ്തോത്രം. ഇവിടെ പറയുന്നതിന്റെ അർത്ഥം, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലറില് ബെൽസൺ ക്യാമ്പിനകത്ത് 60 ലക്ഷം യഹൂദന്മാരെയാണ് ഹിറ്റ്ലർ കാച്ചിയത്. 60 ലക്ഷം യഹൂദന്മാരെ ഗ്യാസ് ചേംബറിലിട്ട് കൊന്നതാണ് ബെൽസൺ, ഓസ്വിച്ച്, ഈ 2 ക്യാമ്പുകൾ. അതിന്റെ ചിത്രങ്ങൾ നിങ്ങളൊക്കെ അനേകരും കണ്ടു കാണും. ഹോളോകോസ്റ്റ് മറ്റും അതിനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അവരെ, എന്നാൽ ഇത് യുദ്ധം നടന്നപ്പോൾ ബ്രിട്ടീഷ് അമേരിക്കക്കാർക്ക് അറിയാൻ പാടില്ലായിരുന്നു ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളെ തടവിൽ, പട്ടിയെ പോലെ താറാവിനെ പോലെ കെട്ടിയിട്ടുണ്ടെന്ന് അവരറിഞ്ഞില്ല. കാരണം യുദ്ധത്തിന്റെ അവസാന ദിവസങ്ങൾ 44-45 വന്നപ്പോഴാണ് അറിഞ്ഞത് ഓസ്വിച്ച് അനേക ലക്ഷങ്ങൾ സ്കെലിറ്റനായി അടുക്കി മരിച്ച്. അതാണ് 60 ലക്ഷം യഹൂദന്മാരെ കൊന്ന അവിടെയാണ്. ഇന്നും അവിടെ ചെന്നാൽ കാണാം. അപ്പോൾ അവിടുന്ന് ബ്രിട്ടീഷ് ഇംഗ്ലണ്ടിലെ അഡ്മിറൽറ്റി അറിഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഹിറ്റ്ലർ അത് സൂക്ഷിച്ചു വച്ചിരുന്നു. ഒടുവിൽ അമേരിക്ക, ബ്രിട്ടൻ ചേർന്ന് ഈ ക്യാമ്പിന്റെ മുകളിൽ കൂടെ അവരുടെ വിമാനം പറത്തി. അപ്പൊ US എയർഫോഴ്സ് എന്നും റോയൽ എയർഫോഴ്സ് എന്നും കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ക്യാമ്പിൽ കിടന്നവർ ചാടി. അവർക്ക് മനസ്സിലായി അമേരിക്ക കണ്ടു ഞങ്ങളെ. ഒടുവിൽ യുദ്ധം അവസാനിക്കാറായപ്പോഴത്തേക്കിന് അമേരിക്കന്റെയും ബ്രിട്ടന്റെയും സൈന്യം ഇരച്ചു കയറുകയായിരുന്നു ക്യാമ്പിലേക്ക്. ഈ ലക്ഷക്കണക്കിന് ആളുകളെ അന്ന് വിടുവിച്ചു. അവരുടെ വെറും കോല് പോലെ ചത്തടിക്കിയ ശവങ്ങളും ലക്ഷക്കണക്കിന് ജീവനുള്ള യഹൂദന്മാരും ഇവിടെ കൈതി പിശാചിന്റെ അടിമയിലാണ് ഈ ബദ്ധന്മാര് കിടക്കുന്നത്. ഡു യു നോ ദാറ്റ് യു ഹാവ് എൻ അഡ്വേഴ്സറി? നിങ്ങൾക്കറിയാവോ നിങ്ങൾക്കൊരു എതിരാളി ഉണ്ടെന്ന്? ക്രിസ്ത്യാനിക്ക് അറിയാവുന്ന ഞാൻ ചോദിച്ചത്. ക്രിസ്ത്യാനിക്ക് ഒരു എതിരാളി ഈ ഭൂമിയിലുണ്ടോ? കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, കർത്താവായ യേശു ക്രിസ്തു അടക്കപ്പെട്ടു, അവൻ ഉയർക്കപ്പെട്ടു, അവൻ സ്വർഗസ്ഥലങ്ങളിലേക്ക് കരേറിപ്പോയി. ഇതിന് 3 അർത്ഥമാണ്. യേശുവിന്റെ ക്രൂശ് മരണവും ഉയർപ്പും നമ്മുടെ രക്ഷയ്ക്കായിട്ടാണ്. എന്നാ പിന്നെ യേശു സ്വർഗത്തിലേക്ക് പോയി പക്ഷപാതം ചെയ്യുന്നതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം നമുക്ക് വേണ്ടി ഒരു വഴി തുറന്നു. ഈസ് ഇന്റർസീഡിങ് ഫോർ us, ഈസ് ബ്ലീഡിങ് ആൻഡ് ഇന്റർസീഡിങ്. അവിടെ നമുക്ക് വേണ്ടി ഇപ്പോഴും പക്ഷപാതം ചെയ്യുന്ന കാരണം വി ഹാവ് എൻ എനിമി. ദുഷ്ടന്റെ ലോകത്തിൽ കിടക്കുകയാണ് നിങ്ങൾ ഞാനും. പെന്തിക്കോസുകാർക്ക് പലർക്കും ഇത് അറിയാൻ മേലാത്തതുകൊണ്ടാണ് ചെന്ന് കളിപ്പ് പറ്റുന്നേ. നിന്നെ തകർക്കാൻ അവൻ ഏത് വഴിയും നോക്കും. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്ന, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. എന്തിന്? രക്ഷിക്കപ്പെട്ടവനോ? കർത്താവ് നോക്കുകയല്ലേ? ഇല്ല. there is a battle, there is a battle going on. stand up for Jesus എന്ന ഇംഗ്ലീഷ് പാട്ട് എഴുതിയ ആള് ഒരു വലിയ മിഷണറി ആയിരുന്നു. അയാൾ പാടിയതാണത്. ഒടുവിൽ കർത്താവിന് വേണ്ടി നിൽക്ക്, ഈ സോൾജേഴ്സ് ഓഫ് ദ ക്രോസ്. എല്ലാ വിശ്വാസിയും പെന്തിക്കോസുകാരനാണെന്നോ ബൈബിള് കയ്യിലുണ്ടെന്നോ പറഞ്ഞ് എനിക്കതിനകത്തൊന്നും വലിയ താല്പര്യം കാണുന്നില്ല. അതല്ല വിഷയം. ഇവിടെ നിങ്ങൾ കേൾക്കുക, യു ആർ അണ്ടർ ദ ഫെറ്റേഴ്സ്, യു ആർ അണ്ടർ ദ ബോണ്ട്സ് ഓഫ് ദ ഡെവിൾ. അതിൽ നിന്ന് വിടുവിക്കാനാണ് യേശു വന്നത്. യേശുവിന്റെ പവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനാണ് യേശു വന്നത്. ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കണം. ഞാൻ പുകവലിക്കുന്ന ആളായിരുന്നു. ഞാൻ ഷിപ്പിലായിരുന്നുകൊണ്ട് കുടിക്കാൻ സാധനങ്ങൾ കിട്ടുമായിരുന്നു. പാപത്തിന്റെ വഴികളിൽ നടക്കുന്നതിന് ഒരു പ്രയാസവും ഇല്ലായിരുന്നു. എന്നാൽ അവിടെ വെച്ചാണ് പരിശുദ്ധാത്മാവ് എന്നെ തൊട്ടതും എനിക്ക് മാറ്റം വന്നതും. ഇന്ന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കൃപയിലേക്ക് വരാൻ കാരണം യേശുവിന്റെ സ്പർശനം ഏറ്റതുകൊണ്ടാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആഫ്രിക്കയിലെ വൻകാടുകളിലെ ഭോജികളെ നരസ്നേഹിയാക്കിയ ഫീജി ഐലൻഡിലെ ആളുകളെ നരസ്നേഹികളാക്കിയ ആ യേശുവിന്റെ സുവിശേഷം ബദ്ധന്മാരെ വിടുവിക്കുന്ന കാസ്റ്റ് ചെയ്യുന്നതാണിത് എന്നുള്ളത് മറന്നു പോകരുത്. നമുക്കൊരു യുദ്ധം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാതെ പോകുന്നതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയ്ക്കൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്തത്. കാരണം എപ്പോഴും സോൾജിയേഴ്സ് റെഡിയാണ്, 24 മണിക്കൂർ റെഡിയാണ്. അവർക്ക് കിടന്നുറങ്ങാനുള്ള സ്ഥലം തൊട്ടിക്കകത്താണ്, വലത്തൊട്ടിക്കകത്ത്. അവരെ ശത്രുവിന് നേർക്ക് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇന്ത്യയിലും ചൈനീസും അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ നമ്മുടെ സൈന്യം നേരെ നിന്ന് സംസാരിക്കുന്നു. അവരെ വെടിവെച്ചു, 50 പേര് പുൽവാമ മരിച്ചു. അങ്ങോട്ടും വളരെ വലിയ നഷ്ടം വരുത്തി. ദിസ് എ ഫൈറ്റ്. ദിസ് വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്.
Oh, happy, I am saved. My children all right. They are all in different places. They are happy. He get a good salary. Well, that is all right. That's not the main purpose. A church. What is a church? ഒരിക്കൽ ഒരാൾ പറഞ്ഞു CH മാറ്റിയാൽ പിന്നെ ചർച്ച എന്നതാവുള്ള യു ആർ ദ ചർച്ച്. CH ആണ് ചർച്ച്. അതിൽ UR മാറ്റി കഴിഞ്ഞാൽ പിന്നെ CH രണ്ടും മാറ്റി കഴിഞ്ഞാൽ നീ ഇല്ല. ആളുകൾ പള്ളിയിലൊക്കെ പോകുന്നുണ്ട്. ബട്ട് ആർ യു ഇൻ ദ സ്പിരിറ്റ്? പ്രാർത്ഥനയുടെ കാര്യത്തിലൊക്കെ വലിയ വീറ് വരാത്തതിന്റെ കാരണം ആത്മാക്കളെ കുറിച്ച് വലിയ സ്നേഹമൊന്നുമില്ല. പള്ളി വരും, കൈ കൊടുക്കും, ഉമ്മ കൊടുക്കും, ദാറ്റ്സ് ഓൾ. സ്വന്തക്കാരാണെ വിളിക്കും, അത്രേ ഉള്ളൂ. അതല്ല പറഞ്ഞത്. ഇത് ജീവൻ മരണ പോരാട്ടമാണ്. വിശുദ്ധ പൗലോസ് നടത്തിയത് അതായിരുന്നു. വിശുദ്ധ പത്രോസ് നടത്തിയത് അതായിരുന്നു. അതിലും കുറഞ്ഞതല്ല നിന്റെ ജീവിതം കേട്ടോ. നിങ്ങളെ ആക്കിയിരിക്കുന്ന 10 പേരുള്ളിടത്തായിരിക്കും, നിന്റെ ഓഫീസിലായിരിക്കും. അവന് വേണ്ടി നീ മാറിയിരുന്നോണ്ട് 10 ദിവസം പ്രാർത്ഥിയില്. ഞാന് കോട്ടയത്ത് നിന്ന് വടക്കൻ തിരുവിതാംകൂറിൽ വരുമ്പോൾ 3 സഭകൾ ഉണ്ടായിരുന്നിടത്ത് ഇന്ന് 120 സഭകളുണ്ട്. കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ നടുവൊടിഞ്ഞതല്ല. കർത്താവിനോട് പറയും ചെയ്യാൻ, കമാൻഡറോട് പറയും. അതേ പ്രാർത്ഥനയിൽ അവരെ നിത്യസിംഹാസനത്തിന് മുമ്പിൽ കൊണ്ടുവരും. ആ വഴി ഉണ്ടാക്കുമ്പോൾ വഴി തരാത്തവൻ വഴി തരും. ആ കെട്ടിടം വെക്കാനായിട്ട് തലയില്ലാത്തപ്പം അവൻ വിളിച്ചു തരും. ഇതൊക്കെ കർത്താവ് ചെയ്യും. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാലാണ്. ചിലര് പറയും ഞാൻ ഒരുപാട് പട്ടിണി കിടന്ന്. എനിക്ക് ആ കേൾക്കുന്ന വലിയ സംഗതിയൊന്നുമല്ല. നീ പട്ടിണി കിടന്ന കാര്യമൊന്നുമല്ല. നീ കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിയോ. God is faithful and he will lead you and he will guide you. നിന്നെ പട്ടിണി കിടത്തുകയില്ല. പെന്തക്കോസ്തുകാരുടെ മക്കൾ ആരും ഒന്നും പട്ടിണി കിടന്നിട്ടില്ല. പിന്നെ ആ മുഴുവൻ പറഞ്ഞോണ്ട് ഞാൻ നടക്കരുത്. നീ ഒരാളോടെങ്കിലും സുവിശേഷം പറഞ്ഞു, ഒരാളെങ്കിലും സഭയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? ഫിഷിംഗ്. പത്രോസിന്റെ വല വിടാതെ പത്രോസിന് പിടിക്കാനൊക്കെയില്ല. നിന്റെ പഴയ വലയിലാണോ ഇപ്പോഴും കിടക്കുന്നത് എങ്കിൽ പത്രോസെ നിനക്ക് പിടിക്കാൻ സാധ്യമല്ല. ഇവിടെ ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കണം. നിങ്ങളുടെ ചുറ്റുപാടും പാപത്തിന്റെ ചേറ്റുകുഴിയിൽ അതേ കിടക്കുകയാണ്. ഇന്നലെ കോതമംഗലത്ത് ഒരു യുവാവ് ഒരു യുവതിയെ വെടിവെച്ചു കൊന്നു. അവൻ സ്നേഹിക്കാൻ പോയതാ. വെടിവെച്ചു കൊന്നേച്ച് അവനും ആത്മഹത്യ ചെയ്തു. 2 പേരും ഡോക്ടർമാർ. പാപത്തിന്റെ വഴികളാണ്. ഇന്നത്തെ ഗ്ലോബൽ മീഡിയ നമ്മളെ വാസ്തവത്തിൽ ആത്മീയത്വത്തിലേക്ക് നയിക്കുകയില്ല. കുഞ്ഞുങ്ങൾ രാത്രി മുഴുവൻ ഇരുന്നതൊക്കെ കണ്ട് നമ്മുടെ ബ്രെയിൻ മുഴുവൻ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് മുഴുവൻ വലിച്ചെടുക്കുന്ന പണികളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ. അതായത് ഹെവൻലി, ദ പവേഴ്സ് ഓഫ് ഹെവൻലി പ്ലേസസ്. അത് സാത്താന്യ വാസം നടക്കുന്ന സ്വർലോകങ്ങളിലെ മണ്ഡലങ്ങളിലാന്ന് വായിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയെ തടയുന്ന ശക്തികളുണ്ട്. നീ ഒരാളുടെ മേൽ ദൃഷ്ടി വെച്ചിട്ട് തുടർച്ചയായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവൻ രക്ഷിക്കപ്പെടും. എന്റെ അനുഭവങ്ങൾ ഞാൻ പറയുകയാണ്. സോ വി ഹാവ് ടു റിലീസ്. ആളുകളെ ബദ്ധന്മാരെ കൊണ്ടുവരണം. അല്ല എന്റെ സന്തോഷവും എന്റെ കിരീടവുമായുള്ളവരെ എന്ന് പൗലൂസ് പറയുന്നു. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പൗലൂസ് പറയും, ഈ കാണുന്ന തീമോഥെയോസ്, ഈ കാണുന്നവരൊക്കെ ഞാൻ നേടിയതാണല്ലോ എന്ന് പറയത്തക്കോണം നിനക്ക് അവിടെ വല്ലതും ഉണ്ടായിരിക്കുമോ? കർത്താവിന് നന്ദിയോടെ സ്തോത്രം. സ്വർഗത്തിലെ കസ്റ്റംസില്, അവിടുത്തെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിനക്ക് കടത്തിക്കൊണ്ട് പോകാവുന്ന ഒരു സാധനമേ ഉള്ളൂ, അത് ആത്മാക്കളാണ്. ഇവിടുത്തെ വീടും 4 കോടിക്ക് പണിത വീടും നിന്റെ കാറും ഉണ്ടല്ലോ, അതെല്ലാം ഇവിടെ ഇട്ടേച്ച് ആരും ഇല്ലാതെ പോകുന്ന കാഴ്ച കാണുന്നത് വളരെ ദുഃഖമാണ്. ദിസ് ഈസ് ദ ടൈം, ദിസ് ഈസ് ദി ആക്സെപ്റ്റഡ് ടൈം. അതെ, ഇപ്പോൾ ആകുന്ന സുപ്രസാദ കാലം. നിനക്കൊരു ടൈം ഉണ്ടെങ്കിൽ, നിനക്കൊരു വെളിച്ചം ഉണ്ടെങ്കിൽ, അതെ അത് ഇപ്പോഴാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതെ, ജർമ്മൻകാർ 2ാം ലോക മഹായുദ്ധത്തിൽ ഇംഗ്ലീഷുകാരെ വിഴുങ്ങുമെന്ന് പറഞ്ഞു. ഒരാഴ്ച വാണിംഗ് കൊടുത്തു. അതെ, ഹിറ്റ്ലർ ഫ്രാൻസിന്റെ തീരത്ത് വന്നിട്ട് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, വരുന്ന ആഴ്ചയിൽ ഞാൻ ബക്കിംഗ്ഹാം പാലസിൽ ഞാൻ കാപ്പി കുടിക്കുന്നു. ഇംഗ്ലണ്ടിലെ ചക്രവർത്തിയായിരുന്ന കിങ് ജോർജ് 6 സാമ്രാജ്യത്തോട് പറഞ്ഞ് എല്ലാവരും മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നിങ്ങൾ ആ ചരിത്രം കേട്ട് കാണുമായിരിക്കും. സാമ്രാജ്യം മുഴുവൻ, അതെ ആലയങ്ങൾ മുഴുവൻ അടച്ച് പ്രാർത്ഥിച്ചു. ഹിറ്റ്ലറിന്റെ ആലോചന മാറിപ്പോയി, റഷ്യയിലേക്ക് പോയി, തിരിച്ചു വന്ന ഒടുവിൽ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. പ്രാർത്ഥനയിൽ കൂടെ നമുക്ക് രാജ്യങ്ങളെ നേടാം. പ്രാർത്ഥനയിൽ കൂടെ നമുക്ക് രാജ്യങ്ങളെ നേടാം. അത് വലിയവരെന്ന് നീ ഓർക്കണ്ട, അത് നിന്നെയാണ് വെച്ചിരിക്കുന്നത്. അയ്യോ, ഇന്ത്യയിൽ ഞാൻ എന്തോ ചെയ്യാനൊക്കും? നിന്നെ പോലെ ഒരാള് മധ്യസ്ഥതയ്ക്ക് വേണം. ഇന്ന് നമുക്ക് മീഡിയേറ്റേഴ്സ് ആയിട്ട് ഇന്റർസെഷൻ നമുക്ക് ആവശ്യമാണ്. ഇത് ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ സഭകളൊക്കെ ഇന്ന് വളർന്ന് എത്രയോ പ്രാവശ്യം വളർന്നേന്. സായിപ്പന്മാരോട് ഞാൻ സൂചന പറയല്, ഞങ്ങളുടെ മലയാളമാണ്.
സായിപ്പിന്റെ അവിടെ കൂടിക്കോട്ടെ, നമ്മൾ സായിപ്പിനോട് രക്ഷിക്കപ്പെടാൻ പറയാൻ മേലെ, നിനക്ക് അവനെ ഉന്നമിച്ച് പ്രാർത്ഥിച്ച് അവനോട് പറയാൻ മേലെ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രേയർ ഈസ് ദ മൈറ്റിയസ്റ്റ് ഫോഴ്സ് ഇൻ ദ വേൾഡ്. ഞാൻ മനസ്സിലാക്കിയതിലേക്ക് ഏറ്റവും വലിയ ശക്തി പ്രേയറാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആ പ്രേയറിൽ ദൈവവും നീയുമായി ബന്ധപ്പെടുമ്പോഴാണ് ആ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നായി തീരുന്നത്. അതുകൊണ്ട് നമുക്ക് ബദ്ധന്മാരെ വിടുവിക്കാം. ചർച്ച് ഗ്രോത്ത് നമുക്ക് ചിന്തിക്കാം. സഭയിലേക്ക് ആത്മാക്കൾ വരട്ടെ. അവർ ആവരണം ഊരുന്ന കാര്യം ഒക്കെ തല്ലിപ്പൊളിച്ച് ആദ്യം ബഹളം ഉണ്ടാക്കാതെ, ആരെയിൽ വന്നൊന്ന് സുവിശേഷം ഒന്ന് കേക്കട്ടെ. നീ അതിവിശുദ്ധനാകാതെ. നമ്മൾ മാത്രമല്ല സ്വർഗത്തിൽ പോകുന്നത്, അതൊക്കെ നമ്മുടെ ധാരണപ്പശ. കർത്താവ് ചിലരെല്ലാം വരട്ടെ. ആളുകളെ നേടാനായിട്ട് ഫിഷിങ്ങിന് പോകാൻ തയ്യാറാണോ? നിന്റെ കുടുംബം തയ്യാറാണോ? നീ അവരെ എന്റർടൈൻ ചെയ്യാൻ തയ്യാറാണോ? അവർക്കൊരു നേരത്തെ കാപ്പി കൊടുക്കാൻ തയ്യാറാണോ? അവരുടെ വീട്ടിൽ വിളിച്ചൊരു ഭക്ഷണം കൊടുക്കാൻ തയ്യാറാണോ? നോ, നത്തിങ്. ഓൺലി സിംപ്ലി കമ്മിങ് ആൻഡ് ഗോയിങ്, ദാറ്റ്സ് ഓൾ. ബദ്ധന്മാരെ വിടുവിക്കുക എന്നാണ് കർത്താവ് പറഞ്ഞത്. വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും. ഈ ലോകത്തിന്റെ പ്രഭു, ഈ ലോകത്തിന്റെ ആ വിഷൻ, നമ്മുടെ വിഷൻ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. എ വിഷണറി ഈസ് ഓൺലി എ മിഷണറി. that we should know that. അതായത് മിഷൻ വേണമെങ്കിൽ നിനക്ക് വിഷൻ വേണം. നിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചിരിക്കുകയാണ്. അതാണ് ശിംശോന് പറ്റിയത്. സാംസൺ, he was blinded and he was grinded. അവൻ കെട്ടപ്പെട്ടു, അവൻ പൊടിക്കപ്പെട്ടു, അവനെ തടവിലാക്കി നമ്മൾ വായിക്കുന്നുണ്ട്. blinded and grinded. കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ചവങ്കടം തല. ഇത് തന്നെയാണ് ഇന്ന് സഭകളിൽ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഞായറാഴ്ചയും ഒരു പ്രാർത്ഥന. സഹോദരിമാരുടെ യോഗം എന്ന് പറഞ്ഞ് ഒരെണ്ണം ഒരു ദിവസം. ഇതൊക്കെ ഉണ്ടെന്നൊക്കെ പറയാ. ഇങ്ങനെ കറങ്ങുക. ശിംശോൻ ദാഗോന്റെ ക്ഷേത്രത്തിൽ കിടന്ന് കറങ്ങിയതുപോലെ കുറെ പേര് കറങ്ങുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല. അത് നമ്മൾ നല്ലവണ്ണം മനസ്സിലാക്കണം. ബിക്കോസ് he lost his sight, he lost his power, he lost his hair. അതെല്ലാം പോയി. അവസാനം ദൈവത്തോട് യാചിച്ചാണ് താൻ ബലം പ്രാപിച്ചത്. The Christians today need the spirit of the Holy Spirit so that we can open the mind. നിങ്ങളെ ഒരാൾ സുവിശേഷം കേൾക്കാതെ പോകുന്ന ആത്മാവ് സാത്താൻ തടഞ്ഞതാണ്. ഞാൻ ഒരു കാലത്ത് ഈ സാത്താന്യ അറ്റാക്ക് അല്ലെങ്കിൽ സ്പിരിച്വൽ വാർഫെയർ, ആത്മീയ യുദ്ധത്തെ കുറിച്ചൊന്നും ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ലായിരുന്നു. ചിലർക്ക് അതിനോട് എതിര് തോന്നും. എന്നാൽ അങ്ങനെയല്ല. നിനക്ക് എതിരാളിയുണ്ട് കുഞ്ഞെ. കർത്താവിന്റെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ വാഹനത്തിന് നേരെ എതിരെ അവൻ അമ്പ് വച്ചിട്ടുണ്ടെന്നുള്ളത് നിനക്കറിയാവോ? കുടുംബമായി നീ യാത്ര ചെയ്യുമ്പോൾ നിനക്കെതിരെ അവൻ അമ്പ് വച്ചിട്ടുണ്ട്. നിന്റെ കുഞ്ഞുങ്ങൾക്ക് നേരെ അവൻ അമ്പ് വച്ചിട്ടുണ്ട്. ഇതൊക്കെ നീ പ്രാർത്ഥിച്ച് യേശുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിക്കണം. പെസഹായും ചോരത്തളിയും ആചരിച്ച ജനം കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമടിമേലും രക്തം പുരട്ടിയേ നീ പോകാവുള്ളൂ. അയ്യോ, ചിലരുടെ ജീവിതം കാണുമ്പോൾ പേടിച്ചു പോവുക. നിന്നെ കണ്ണുവെച്ചിരിക്കുന്ന ഒരാളുണ്ട്, നിനക്കെതിരെ പോരാടുന്ന ശക്തിയുണ്ട്. നിന്റെ മകൻ പഠിക്കുന്നില്ല, നിന്റെ മകൾ ശരിയാകുന്നില്ല, നീ ജോലി ചെയ്തിട്ട് ഒരിടത്തും വർക്കത്താകുന്നില്ല. ഇതിനൊന്നും കാരണമില്ല. ആ കർത്താവിനെ സ്ട്രൈറ്റ് ആയിട്ട് ചെയ്താൽ നിന്റെ കണ്ണൊന്ന് തുറക്കും. അതേ കർത്താവ് സ്തോത്രം. ഏലിയാവ് അങ്ങനെയല്ലേ പറഞ്ഞത്? ഇവന്റെ കണ്ണൊന്ന് തുറക്കണമേ എന്ന് പറഞ്ഞില്ലേ? കർത്താവിന് നന്ദിയോടെ സ്തോത്രം. അപ്പോഴാണ് അഗ്നിമയ രഥങ്ങളെ കണ്ടത്. ഏലിയാവിന് വേണ്ടി അന്നേരം വരുത്തിയതല്ല. ലോകം മുഴുവൻ ദൈവം നിനക്ക് വേണ്ടി ആളെ നിർത്തിയിട്ടുണ്ട്. ശത്രുവിനെ മാറ്റാനുള്ള പവർ നിനക്കുണ്ട്. എന്നാൽ നീ അതൊന്നും കാണുന്നില്ല. ബിക്കോസ് യു ആർ ബ്ലൈൻഡഡ്. നീ ലോകത്തെ സ്നേഹിച്ച് പണം ഉണ്ടാക്കാനായിട്ട് നടക്കുക. പണം ഉണ്ടാക്കണം, എങ്ങനെയാലും കുറെ പണം ഉണ്ടാക്കണം, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അവന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് വേണ്ടി കാശില്ലാതെ ജീവിക്കാൻ ഒക്കെയില്ല. അത് ഇഗ്നോർ ചെയ്തല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ലോകമേ ശരണം എന്നും പറഞ്ഞ് നീ ജീവിക്കരുത്. ഗൾഫിലെ പണമാണെങ്കിലും കുറച്ച് ദിവസത്തേക്കേ ഉള്ളേ, അതെല്ലാം കഴിയുമ്പോഴൊക്കെ മാറും. നീ കണക്ക് പറയേണ്ട ദിവസം വരും, അത് ഓർത്തുകൊള്ളണം. നമ്മുടെ ആളുകൾക്ക് വളരെ ചാൻസുകൾ ദൈവം കൊടുത്തു. അതുകൊണ്ട് അവരുടെ കണ്ണ് തുറപ്പാനും, പിന്നെ അടുത്ത എഴുതിയിരിക്കുന്നത് കാഴ്ചയും പീഡിതന്മാരെ വിട്ടയപ്പാനും. എവിടെയെല്ലാം തകരാറുകളുണ്ടോ? കേരളത്തിൽ ഇന്ന് ഗവൺമെന്റിന്റെ പ്രശ്നം, കൊറോണയുടെ പ്രശ്നം എന്ന് വേണ്ട, എല്ലായിടത്തും കുറഞ്ഞെങ്കിലും ഇവിടെ കൂടിക്കൊണ്ടിരിക്കുക. ആരും ആരെയും അനുസരിക്കുന്നില്ല. ഇവിടെ ഇന്ന് കൊട്ടേഷൻ സംഘം കൂടുകയാണ്. ഒരുത്തന്റെ തല വെട്ടാൻ ആൾക്ക് കാശ് കൊടുത്താൽ വെട്ടും.
കൊട്ടേഷൻ സംഘം കൂടുകയാണ്, കൊലപാതകം കൂടുകയാണ്, അക്രമം കൂടുകയാണ്. വേറൊരു ജനറേഷനെ, ഒരു സോതോമിനെ ഇവിടെ ഉണ്ടാക്കുകയാണ്. അത് വലിയ ഇമ്പാക്റ്റ് ആണ് ഇന്നത്തെ ഗവൺമെന്റിന്റെ ഈ പ്രവൃത്തി കാരണം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നത്. കൊട്ടേഷൻ സംഘം എന്ന് പറഞ്ഞാൽ അവന് 50 രൂപ കൊടുത്താൽ ഇവനെ തട്ടിയാക്കാൻ പറഞ്ഞാൽ നമുക്കറിയാവോ നമ്മുടെ പുറകെ വരുന്ന ആരാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു തലമുറയെ റെവല്യൂഷനൈസ് ചെയ്യണമെങ്കിൽ, ദാറ്റ് ഈസ് വൈ യു ആർ ഹിയർ, ഫോർ ദാറ്റ് പർപ്പസ് ദ ചർച്ച് ഈസ് ഹിയർ. സഭയെ ദൈവം നിർത്തിയിരിക്കുന്നതിന്റെ ഉദ്ദേശം ആ പ്രദേശങ്ങളെ നവീകരിക്കാനാണ്. ഇംഗ്ലണ്ടിൽ അതേ പ്രൊട്ടസ്റ്റന്റുകാരെ പീഡിപ്പിച്ചപ്പോഴാണ് അത് കത്തോലിക്ക സഭയെന്ന് നവീകരണക്കാരെ, പ്രൊട്ടസ്റ്റന്റുകാരെ പീഡിപ്പിച്ചപ്പോഴാണ് അവർ മേഫ്ലവർ എന്ന് പറയുന്ന ഒരു കപ്പലില് ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് യാത്ര ചെയ്തത്. അവിടെ അവർ വന്ന ന്യൂ ഫൗണ്ട്ലൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങിയതും അവർക്ക് ആദ്യം കിട്ടിയത് ഒരു കഴുകമാണ്. ആ പക്ഷിയാണ് അവർ തിന്നത്. പട്ടിണിയോട് അനേകർ മരിച്ചു. എന്നാൽ ആ അമേരിക്കയാണ് ലോകത്തിലെ മകൾ ശക്തിയായി സുവിശേഷത്തിന് വേണ്ടി നിന്നത്. ഒരു കാലത്ത് സുവിശേഷത്തിന് വേണ്ടി അവർ ഇറങ്ങി തിരിച്ചു. അവരുടെ മക്കളെയും അവരുടെ മക്കളുടെ മക്കളെയും ആ രാജ്യത്തെ ദൈവം ബലപ്പെടുത്തി. ഇന്ന് അവരുടെ സഹായം കൂടാതെ ലോകത്തിൽ എല്ലാ സ്ഥലത്തും ദൈവം അവരെ ഉപയോഗിച്ചു. ഒരിക്കലും മറക്കരുത്, അതെ, സുവിശേഷത്തിന് ആളുകളെ മാറ്റുവാൻ കഴിയും. ലോകത്തിലുള്ള എല്ലാ മതങ്ങളും നല്ലതാണ്, പക്ഷേ they have no power to deliver such people from such things. യേശുവിന്റെ ആ രക്തത്തിന് മാത്രമേ അങ്ങനെ ആ രോഗികളെ സൗഖ്യമാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കർത്താവിനെ നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തു പ്രസംഗിച്ചു വന്നപ്പോൾ യഹോവയുടെ പ്രതികാര ദിവസത്തെ കുറിച്ച് വായിച്ചില്ല, പ്രസാദ വർഷത്തെ കുറിച്ചാണ് വായിച്ചത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രസാദ വർഷം, ദി ആക്സെപ്റ്റബിൾ ഇയർ ഓഫ് അവർ ലോർഡ്, അല്ലെങ്കിൽ ജൂബിലി, 50-ാം വർഷം. 50-ാം വർഷം നീ ഒരു പെരുന്നാൾ കൊണ്ടാടണം. അതായത് പെസഹ, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, ആദ്യ വിലക്കറ്റയുടെ പെരുന്നാൾ, പെന്തിക്കോസ്, ഇങ്ങനെ 4 പെരുന്നാളാണ് സഭകളിൽ സംഭവിച്ചത്. അപ്പോൾ അവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്താന്ന് ചോദിച്ചാൽ, രക്ഷിക്കപ്പെട്ട ജനം, അതായത് പെസഹ ആചരിച്ച ജനം, നമ്മുടെ പെസഹ കുഞ്ഞാട് മറക്കപ്പെട്ടിരിക്കുന്നു. അവർ പുളിപ്പില്ലായ്മ കൊണ്ട് ഉത്സവമായിരിക്കണം. 2ാമത്തെ പെരുന്നാളാണ് പുളിപ്പില്ലായ്മ, അശുദ്ധി മാരണം. 3ാമത്തേത് അത് യേശുവിനോട് കൂടുതൽ അടക്കം, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ നാം. 4ാമത്തേത് പെന്തിക്കോന്റ അല്ലെങ്കിൽ പെന്തിക്കോസ്, 50-ാം ദിവസം. അന്നത്തെ ആ തീയാണ് ലോകത്തെ മുഴുവൻ ചലിപ്പിച്ചത്. ഇന്ന് ഞാൻ പറയട്ടെ, ആ ശക്തിക്കായി കാത്തിരിക്കുക. നമുക്ക് പാണ്ഡിത്യം ആവശ്യമാണ്, ജനറൽ നോളജ് ആവശ്യമാണ്, ഡിഗ്രി ആവശ്യമാണ്. ആ വലിയ കോളേജിലൊക്കെ പോയി എടുക്കാം. ഞാൻ കഴിഞ്ഞ 50 കൊല്ലത്തെ ശുശ്രൂഷയിൽ ഈ വലിയ പഠിപ്പുണ്ടെന്ന് അഭിമാനിക്കുന്നവരുടെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ശുശ്രൂഷ വിഷയം അവരെ കൊണ്ടൊന്നും ഒരു സഭ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരു 10 പേരെ ശുശ്രൂഷിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. തത്വം കാണും, അതല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഇന്ന് സേവനത്തിനായിട്ടുള്ള ആൾക്കാരെ വളരെ ആവശ്യമാണ്. പ്രസാദ വർഷമാണ്. ഈ പ്രസാദ വർഷം പ്രസംഗിച്ചാൽ അന്ന് നിങ്ങളുടെ കടം മുഴുവൻ മോചിക്കപ്പെടും. എനിക്ക് 10,000 രൂപ ഞാൻ കടപ്പെട്ടവനാണെങ്കിൽ അത് മോചിക്കപ്പെടും. പിന്നെ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് വലിയ വഴികളെയാണ് കർത്താവ് തുറന്നിരിക്കുന്നത്. നമ്മുടെ സകല കടങ്ങളും, അത് ചില്ലറയാണ്, സകല പാപങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ നമുക്കായി വഹിച്ചു. അതാണ് ആക്സെപ്റ്റബിൾ ഇയർ. അതേ, ലേവ്യ പുസ്തകത്തിൽ അത് വളരെ വ്യക്തമായി കാണുന്നുണ്ട്. അപ്പൊ ഇസ്രായേലിൽ നടന്ന 4 പെരുന്നാളില് ഒരു പെരുന്നാൾ പെന്തക്കോസ്, അതെ, വിടുതലിന്റെ പെരുന്നാൾ കൂടെ നമുക്കുണ്ടായിരിക്കണം. ആ പെന്തക്കോസ് അനുഭവത്തിൽ കൂടെ വന്നിട്ട് അന്ന് ദേശത്ത് എല്ലായിടത്തും സ്വാതന്ത്ര്യം പറയണം, സ്വാതന്ത്ര്യം. കർത്താവിന് സ്തോത്രം. അബ്രഹാം ലിങ്കനാണ് അമേരിക്കയിൽ അടിമകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തത്. അതുവരെ അവർ അടിമകളായിരുന്നു. അപ്പോൾ അന്ന് അബ്രഹാം ലിങ്കൻ ആണ് ഈ ബൈബിൾ വിൽ മേക്ക് പോസിബിൾ എ ഗവൺമെന്റ് ഓഫ് പീപ്പിൾ ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ എന്ന് എഴുതിയത് എബ്രഹാം ലിങ്കനാണ്. അത് വിക്ലിഫ് ബൈബിളിന്റെ ഇൻട്രഡക്ഷനിൽ എഴുതിയിരുന്ന വാക്കാണ്. അത് പ്രഖ്യാപിച്ച് അന്ന് നീഗ്രോകൾ, കറുത്ത വർഗക്കാർ ഒടിയും പിടിച്ച് ആ തെരുവുകളിൽ കൂടെ ഇങ്ങനെ ഓടി ചാടിപ്പോകുന്നത് ഒരു കാലം ഉണ്ടായിരുന്നു. കാരണം അവർ അടിമകളായിരുന്നു. അവർക്ക് വെള്ളക്കാരന്റെ വഴി നടക്കാൻ പാടില്ല, ഹോട്ടലിൽ ഇരിക്കാൻ പാടില്ല. അവരെ വെറും മൃഗതുല്യരായി കിടന്ന കാലത്താണ് എബ്രഹാം ലിങ്കൻ അവർക്ക് അതെ സ്വാതന്ത്ര്യം കൊടുത്തത്. ലിബർട്ടി, ഫ്രീഡം
ഇന്ന് പാപത്തിന്റെ അധീനതയിൽ കിടന്ന് മനുഷ്യൻ മരിക്കുകയാണ്. അവന് സ്വത്തുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ നിലയിലുമുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. ഇന്ത്യയിലെ ഗവൺമെന്റിന് ഇവിടുത്തെ ജനങ്ങളെ ജനിപ്പെടുത്താൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഗവൺമെന്റിനും ആളുകളെ അങ്ങനെ ചെയ്യണമെങ്കിൽ അത് ബലാത്കാരം മാത്രമാണ്. എന്നാൽ ആളുകൾക്ക് രൂപാന്തരം വരുത്തുവാൻ, ട്രാൻസ്ഫോർമേഷൻ വരുത്തുവാൻ യേശു ക്രിസ്തുവിന് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് റോമാലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ദൈവത്തിന്റെ മനസ്സിൽ ഉറപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി നിങ്ങൾ സമർപ്പിക്കണം. ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള അതിന്റെ അർത്ഥം. ട്രാൻസ്ഫോം യുവർ മൈൻഡ്. ഹല്ലേലൂയ. ആ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്ഫോമർ, കറണ്ട് ഒരു അളവിൽ വന്നിട്ട് ട്രാൻസ്ഫോമറിൽ കൂടെ കടന്നിട്ട് അത് ശക്തി പ്രാപിച്ച് അപ്പുറം കിടക്കുമ്പോഴാണ് അത് ട്രാൻസ്ഫോമർ ആകുന്നത്. ഇതുപോലെ ജീവിതത്തിന്റെ എല്ലാ വഴികളിലും കടന്ന് ആ യേശുവിൽ കൂടെ കടന്നു കഴിയുമ്പോൾ വീണ്ടും വി ആർ ഗോയിങ് ടു ബി എ ട്രാൻസ്ഫോം. ശക്തീകരിക്കുകയാണ്. ഈ ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. യഹോവയുടെ പ്രസാദ വർഷം പ്രസംഗിപ്പാനുമല്ലോ ഞാൻ വന്നിരിക്കുന്നത് എന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. കാനഡയിലും അമേരിക്കയിലും അതുപോലെ സൗത്ത് അമേരിക്ക, സൗദിയിലും ഒക്കെയും കേൾക്കുന്ന ഒരു കാര്യം ഓർത്തോണം. നിന്നെ ദൈവം അവിടെ അയച്ചത് കുറെ 10 പുത്രൻ ഉണ്ടാക്കാനാണെന്ന് മാത്രം ധരിക്കരുത്. ഐ ഹാവ് എ മിഷൻ, ഐ ഹാവ് എ മിഷൻ, ഐ ഹാവ് എ മിഷൻ. മാർട്ടിൻ ലൂതർ കിങ് ആണ് പറഞ്ഞത്, ഐ ഹാവ് എ മിഷൻ. ആഫ്രിക്കക്കാരായ ആഫ്രിക്കൻ അമേരിക്കൻസും വെള്ളക്കാരും ഒരുമിച്ച് കൈ നടന്ന് ഈ തെരുവുകളിൽ കൂടെ നടക്കുന്ന കാണാൻ ഐ ഹാവ് എ വിഷൻ. അയാളെ വെടിവെച്ചു വന്നെങ്കിലും അയാളുടെ പ്രസംഗം വളരെ പ്രസിദ്ധമാണ്. ഐ ഹാവ് എ വിഷൻ. വാട്ട് വിഷൻ യു ഹാവ്? വൈ യു ആർ there? Why you are in Saudi Arabia? After time you will be coming back. You won't be going back to Saudi Arabia. Brother, അപ്പൊ ടൈം കഴിഞ്ഞു പോയി, പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഈ തക്കകാലത്ത് ഫലം കായ്ക്കണം, കൊയ്ത്ത് കാലത്തെ ഫലം കായ് അത് നമുക്ക് ഉണ്ടാകണം. അതിന് കർത്താവിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കണം. യഹോവയുടെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. 61-ാം സങ്കീർത്തനത്തിൽ നടുതലയായവർ എന്ന് കർത്താവ് അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് സഭയെ കുറിച്ചാണ്. ചർച്ച് പ്ലാന്റിംഗ് ആണ്. അവിടെ നിങ്ങൾ പ്രവർത്തിക്കുന്നിടത്ത് ചർച്ച് പ്ലാന്റിംഗ് ആണ്. ഇപ്പൊ നിങ്ങൾ ഇന്ത്യയിലേക്ക് വരികയാണ്, ഒരു വേലസ്ഥലം തിരഞ്ഞെടുക്കുക. ആരും വിശ്വാസികളില്ലെന്ന് ധരിക്കുക, എന്നാൽ അവിടെ വിശ്വാസികൾ ഉണ്ടാവും. കാരണം അവിടെ വട്ടം ചുറ്റി പ്രാർത്ഥിക്കാൻ ആളില്ല. പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഈ സമയങ്ങളിൽ എടുത്തെങ്കിൽ മാത്രമേ ശക്തി പ്രാപിക്കാനും കൂടുള്ളൂ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹൗ മച്ച് ടൈം യു ആർ ഡിവോട്ടിംഗ് ഫോർ പ്രയർ? 2 മണിക്കൂർ എടുക്കുന്നുണ്ടോ? 1 മണിക്കൂർ എടുക്കുന്നുണ്ടോ? ആർ യു സ്പീക്കിംഗ് വിത്ത് ഗോഡ്? ദൈവവുമായി നീ സംസാരിക്കുന്നുണ്ടോ? അതാ പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുന്നത് ബെഗിങ്, മാങ്കോ മാങ്കോ എന്ന് ഹിന്ദി പറയുന്ന പോലെയല്ല. അത് നമേ 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 അല്ല പ്രാർത്ഥന. പ്രാർത്ഥന ഇസ് എ ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. യു ടോക്ക് വിത്ത് ഗോഡ്. എന്നെങ്കിലും ആ സർക്കിൾ ശരിയാവുള്ളൂ. ഇതിനെല്ലാം അഭിഷേകം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന മുറിയാണ്. ഷാജിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് കാലിൽ ചെരുപ്പും ആ സർവായുധ വർഗങ്ങൾ മുഴുവൻ, the whole armor of God you should wear. അത് ഈ പ്രാർത്ഥന ഏറ്റവും ഒടുവിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു. അതിനായി ജാഗരിച്ചും കൊണ്ട് ഉണർന്ന് പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ ഉറക്കം ചിലപ്പോൾ ദൈവം മാറ്റിക്കളയും. പ്രാർത്ഥനയ്ക്കായിട്ട് ഈ ദിവസങ്ങളിൽ കാല് മുടക്കണം. പ്രസംഗിക്കാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ചേട്ടനെ അനിയനെയും നിങ്ങൾ പ്രാർത്ഥന ഓർക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥന വളരെ ആവശ്യമാണോ? നിങ്ങൾ ഇഷ്ടമുള്ളവരെയല്ലേ? ലോകം ചുറ്റി എന്താ പ്രാർത്ഥിക്കാത്ത? ഞാൻ പറയുന്ന ഒരു പുകഴ്ചയല്ല, ഞാൻ ലോകം ചുറ്റി പ്രാർത്ഥിക്കും. കിഴക്ക് ന്യൂസിലൻഡ് മുതൽ ലോകം മുഴുവൻ ചുറ്റി പ്രാർത്ഥിക്കുമ്പോൾ 2 മണിക്കൂറാകും. ഐ ക്യാൻ ടോക്ക് ടു ഓൾ നേഷൻസ് നെയിം. എല്ലാ പേരും പറഞ്ഞ് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയിൽ ആദ്യമായിട്ട് പ്രൈസ് വേണം. പ്രൈസ്, ദൈവത്തിന് സ്തുതി പറയണം, അവനാണ് വലിയവൻ. അത് കഴിഞ്ഞാൽ പ്രൈസ്, ദൈവത്തിന് സ്തുതി കരയറ്റണം, ദൈവത്തിന് താങ്ക്സ് പറയണം. അത് കഴിഞ്ഞാൽ കൺഫഷൻ വേണം, ഏറ്റുപറയണം, പാപങ്ങളെ ഏറ്റുപറയണം. 4-ാമത്തേത് പെറ്റീഷൻ, നിന്റെ ആവശ്യം പറയണം. 6-ാമത്തേത് ഇന്റർസെഷൻ. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവിൽ ടോക്ക്. പ്രാർത്ഥനയ്ക്ക് 5 മെത്തഡ് ഉണ്ട്. ഒന്ന് പ്രൈസ് ആണ്, ഒന്ന് താങ്ക്സ് ആണ്,
ഒന്ന് കൺഫെഷനാണ്, വേറൊന്ന് കടന്നു വരുമ്പോൾ പെറ്റീഷനാണ്. അതാ കർത്താവിന്റെ പ്രാർത്ഥനയിൽ ആ കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് നമ്മൾ പ്രാർത്ഥിക്കുകയുള്ളൂ. Thy kingdom come. That's the important thing. May thy name be glorified. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, യേശുവാണ് ദൈവത്തെ പിതാവ് എന്ന് വിളിച്ചത്. നിന്റെ രാജ്യം, നിന്റെ നാമം മഹത്വപ്പെടണം. ഫസ്റ്റ് ഓഫ് ഓൾ യു ഗ്ലോറിഫൈ ഗാഡ് ആൻഡ് ദെൻ യു സേ താങ്ക്സ്. So many things, my job, my children, my house. Why don't you sit there and say like that? ദൈവത്തോട് നന്ദി ഒന്ന് പറയണ്ടേ? നീ ഇന്ന് തലകറങ്ങാതെ നടക്കുന്ന അതുകൊണ്ടല്ലേ? നീ പോയ കാറിനെ ദൈവം സൂക്ഷിച്ചത് കൊണ്ടല്ലേ? അവർ നന്ദി പറഞ്ഞേ. ഒരല്പസമയം, ഒരു 10 മിനിറ്റ് നന്ദി പറ. അത് കഴിഞ്ഞ് നീ കൺഫസ് ചെയ്യ്. പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറ. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം അത് ശുദ്ധീകരിക്കും. പാപം ചെയ്തുകൊണ്ട് നീ ക്രിസ്തീയ സഭയിൽ ഇരിക്കരുതേ. കാരണം അതിനൊക്കെ അപകടമാണ്. അതായത് ബർത്ത്, ഗ്രോത്ത്, മച്യൂരിറ്റി. നീ പാപം ചെയ്തെങ്കിൽ ഒരു വിത്ത് അത് കിളുക്കും, വളരും, ഒടുവിൽ അത് ഫലം കായ്ക്കും. ഫലം കായ്ക്കുന്ന ഏത് തരത്തിലാണെന്നുള്ളത് പിന്നീട് ദൈവം തീരുമാനിക്കും. There is a time. So confess your sins, small or big. നിന്റെ സഹോദരനോടാണെങ്കിൽ, സഭയ്ക്കെതിരെ ആണെങ്കിൽ. ഞാൻ ഒരു കാര്യം നിങ്ങളെ ഓർപ്പിക്കാം. ദൈവസഭയ്ക്കകത്ത് തോന്നുന്ന പോലെ വർത്താനം പറയുകയും സഭകളിൽ വഴക്കുണ്ടാക്കുകയും ഭിന്നത ഉണ്ടാക്കുകയും ചെയ്യുന്നവരോട് ഞാനൊരു കാര്യം പറയാം. ഞാൻ കണ്ട അനുഭവങ്ങളാണ്. അത് അങ്ങനെ പറയാൻ മേല, അത് വളരെ വേദന ഉണ്ടാക്കുന്നതാണ്. എന്റെ അനുഭവത്തിൽ ഈ സഭാ സ്ഥാപനത്തിൽ കളിച്ചവർ ഒരുപാടുണ്ട്. പക്ഷെ അവരാരും നിന്നിട്ടില്ല. ദൈവം ടൈമിൽ നടപടിയെടുക്കും. കാരണം എന്റെ വേലയല്ല. ഞാൻ ഹൈക്കോടതി, സുപ്രീം കോടതിയിലോട്ട് കൊടുക്കും. ഇന്നാര് ഇങ്ങനെയാണ്, നിന്റെ ധാരണ നീ മിടുക്കനാണെന്നാ, വലിയ ജോലിയുണ്ടെന്നാണ്. കുഞ്ഞെ, അതൊക്കെ വെറുതെയാ. ദൈവം നിന്നെ കാക്കുന്നതുകൊണ്ടാണ്. നീ ഏതെങ്കിലും തെറ്റ് മനഃപൂർവ്വമായി ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റുപറയണം. അത് കർത്താവിന്റെ സന്നിധിയിൽ വെക്കണം. അത് കഴിഞ്ഞ് പെറ്റീഷൻ, നമ്മുടെ ആവശ്യങ്ങൾ വെക്കണം. അത് കഴിഞ്ഞ് ഇന്റർസെഷൻ, മധ്യസ്ഥ ചെയ്യണം. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവിൽ സംസാരിക്കണം. ഇങ്ങനെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ ഊഴണം. പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ സ്റ്റാൻഡ് ബൈ നിൽക്കണം. ഇത് പ്രാർത്ഥിക്കാനിടയില്ല. രാവിലെ പോകണം, അവിടെ പോകണം. നിനക്ക് മറ്റേതിനൊക്കെ സമയമുണ്ടല്ലോ. സഭായത്തിന് മാത്രമല്ല, ലേറ്റായി വരാൻ നിനക്ക് ഉണ്ടല്ലോ. മറ്റുള്ള കാര്യത്തിനൊക്കെ നിനക്ക് വലിയ സൗകര്യ എല്ലാം ഉണ്ട്. ഓക്കെ, ഗോഡ് വിൽ അറേഞ്ച്. നിനക്ക് മനസ്സിലായോ? നീ വിതയ്ക്കുന്ന നീ പോയി പിശാച് നിനക്കെതിരെ, നിന്റെ ഭവനത്തിനെതിരെ അമ്പ് വയ്യാൻ നോക്കിയിരിക്കുകയാണ്. രക്തത്തിന്റെ മറവിൽ മറഞ്ഞോണം. രാവിലെ കുടുംബമായിട്ട് ഒരു അരമണിക്കൂറിലും മുട്ടുകുത്തി പ്രാർത്ഥിക്കാതെ പോകരുത്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ മുഴുവൻ ലോകത്തെ മുഴുവൻ വെച്ച് പ്രാർത്ഥിക്കാൻ പഠിക്കണം. രാജ്യങ്ങളുടെ പേര് പഠിക്കണം. അത് സ്വർഗത്തിലുണ്ട്. അതങ്ങ് പോയിട്ടില്ല. അവിടുത്തെ എനിക്കറിയാൻ മേല. ചൈനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ന്യൂസിലൻഡിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഹവായി ദ്വീപുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇന്തോനേഷ്യ, മലേഷ്യ, ഓസ്ട്രേലിയ, ജപ്പാന്, വിയറ്റ്നാം, കൊറിയ, ചൈന, അതുപോലെ തന്നെ ബർമ, ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, ഇങ്ങനെ വന്ന് അത് മിഡിൽ ഈസ്റ്റ്, ഫാർ ഈസ്റ്റ്, യൂറോപ്പ്, ഇംഗ്ലണ്ട്, അമേരിക്ക, കാനഡ, അലാസ്ക, സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, ആഫ്രിക്ക, ഇതെല്ലാം വെച്ച നാമം വെച്ചൊരു ചാർട്ട് വെച്ച് നീ പ്രാർത്ഥിക്കണം. അത് ഈ കൂവട ഇട്ടുകൊണ്ട് നീ പ്രാർത്ഥിക്കണം. അതൊക്കെ സ്വർഗത്തിൽ ചെല്ലുമ്പോ അതിന് പ്രതിഫലം ഉണ്ട് മോനെ. കർത്താവായ യേശു ക്രിസ്തു പുസ്തകം എഴുതിയോ? ഇല്ലല്ലോ. കർത്താവായ യേശുവിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയല്ലായിരുന്നോ പ്രധാനം? ഇന്ന് നമുക്കായി പക്ഷപാതം ചെയ്യുന്നു. അതുകൊണ്ട് യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബദ്ധന്മാർക്ക് വിടുതലും. അപ്പൊ നമുക്ക് തൈലാഭിഷേകം നടത്തുവാൻ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നീ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, നൗ റെഡി, ഗോ ടു ദ ബാറ്റിൽ. കമാൻഡറുടെ ഓർഡർ എടുക്കുക, രാജ്യം പിടിക്കുക. നീ വെറുതെ ജുബായി ഇട്ടുകൊണ്ട് നടക്കാനായിട്ടല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. ഫൈറ്റ്. 2ാം ലോകമഹായുദ്ധകാലത്ത് ചർച്ചിലിന്റെ പ്രസംഗമാണ് ഇംഗ്ലീഷുകാരെ നിർത്തിയത്. We shall not fail or fly. We shall go until the end. We shall fight in France. We shall fight in seas. We shall fight in oceans. Everywhere we will stand. But no surrender. എന്ന് പറഞ്ഞ പുള്ളിയുടെ പ്രസംഗം ഞാൻ കാണാതെ പഠിച്ചിട്ടുണ്ട്. എനിക്ക് കാരണം എത്ര രസമാണ്. കീഴടങ്ങിയില്ല ഞങ്ങൾ, ഇംഗ്ലീഷുകാരായ ഞങ്ങൾ കീഴടങ്ങിയില്ല. We will go on till the end. അവസാനം വരെ പോകും. ക്രിസ്തീയ സഭ പെന്തിക്കോസുകാരെ വിളിച്ചിറക്കിയത് വേറൊരു സഭ ഉണ്ടാക്കാനല്ല. You are the soldiers of Jesus Christ. Therefore, stand for the Lord and take the helmet of salvation and faith, the word. ഇതെല്ലാം എടുത്തുകൊണ്ട് കർത്താവിന് വേണ്ടി നിൽക്കാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്.
നമ്മൾ മുഖാമുഖമായി കണ്ടിട്ടില്ല. എന്നാൽ ദൈവം നമ്മളെ ആദരിക്കും. നിങ്ങൾക്കൊരു മാറ്റങ്ങൾ ആവശ്യമാണ്. യു നീഡ് എ കൺവേർഷൻ. once you had a born again experience, now you have to be converted again. നിന്റെ മനസ്സ് മാറണം, പ്രാർത്ഥനയുടെ ആത്മാവ് മാറണം. എന്നെങ്കിൽ നിന്റെ നാട്ടുകാരും സ്വന്തക്കാരും എല്ലാം വരുമെന്നേ, കൂട്ടത്തോടെ വരുക. ആദ്യം നീ അവിടെ തുടങ്ങ്. എത്ര സ്ഥലങ്ങൾ ശൂന്യമായി കിടന്നിടത്ത് വെറും വാടക വീട്ടിൽ ഒരു വേലക്കാരനോട് ഞാൻ പറഞ്ഞു അവിടെ പോയി ഇരുന്ന് ചുമ്മാ പ്രാർത്ഥിക്കാൻ. അയാള് പള്ളിയുടെ കമ്മിറ്റിക്കാരൻ വന്ന് എത്തി നോക്കിയത് അവൻ രക്ഷിക്കപ്പെട്ടു. ഇങ്ങനെ നീ ഒന്നും ചെയ്യേണ്ട, പേടിക്കേണ്ട. വടക്കേന്ത്യയിലാണ് ഒരു സ്ഥലം എടുക്കുന്നെങ്കിലും അവിടെ ആത്മാക്കൾ വരും പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ്. നീ പിന്നെ അവിടെ ഡിഗ്രി എടുത്തോണ്ടല്ല, വലിയ കോളേജിൽ പോയി ഡിഗ്രി എടുത്തുകൊണ്ട് ആത്മാക്കൾ രക്ഷിക്കപ്പെടും ധരിക്കണ്ട. അത് വേണം, അത് ജനറൽ നോളജിന് വേണം. എന്നാൽ ഞാൻ ഇന്നടുത്ത് ഡിഗ്രിയാണ് അതൊന്നും പറഞ്ഞിട്ട് കുഞ്ഞെ കാര്യമില്ല. നീ പ്രാർത്ഥിക്കുന്നവനാണോ? നിന്റെ MGH നിന്റെ GTH ഒക്കെ കിടക്ക്, പരിശുദ്ധാത്മാവുമായിട്ടൊന്ന് സംസാരിക്കുക, ഒന്ന് താന്ന് ദൈവത്തോട് ഇടപെട്. ഒരു പ്രാർത്ഥനയ്ക്ക് 2 മണിക്കൂർ വെച്ചൊന്ന് ഇടപെട്ട് നോക്ക്. ജൂലൈ ഓഗസ്റ്റ് 1 ഒരു പുതിയ തീരുമാനത്തോടെ നമുക്ക് പോകാം. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നെ വിളിച്ചതായ പ്രിയ ബാബുവിനും മറ്റുള്ള എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ഹല്ലേലൂയ. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. It was very, very challenging to every one of us. Hallelujah, hallelujah. Praise the Lord. Oh, hallelujah, hallelujah. Oh, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടുവിടുന്ന് വിശ്വസിക്കുന്നു. ഒരു വലിയ ചാലഞ്ചായിരുന്നു നമ്മുടെ ജീവിതത്തിൽ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് ദൈവം സൂക്ഷിപ്പാൻ ബലപ്പെടുത്തിയല്ലോ. പ്രയാധിക്യത്തിലും ധൈര്യത്തോടെ ആത്മനിറവോടെ സംസാരിപ്പാൻ കർത്താവ് ബലപ്പെടുത്തതിനായി നമ്മുടെ കരകൊടുത്ത് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord, praise the Lord, praise the Lord. Everything was a challenge to each and every one of us. You remember what he said in different occasions and pointing out the important things. Do we want a monument or do we want a movement? Praise the Lord. Yes. Oh, hallelujah. Do we want a monument or do we want a movement? Hallelujah. We are not standing for the monument, but we stand for the movement. Yes, the movement of the Holy Spirit come. Oh, hallelujah. Use you mightily for the glory of God, because the kingdom of God is nigh to us. Rise up, brothers and sisters, for the glory of God. The glory of the God will be shined upon you. Hallelujah. Praise the Lord. Hallelujah. Hallelujah. Praise the Lord. Hallelujah. Let us be listening a wonderful worship song again, or worship, or whatever, how the Holy Spirit will lead them. Prince will lead it from Savannah, Georgia. Praise the Lord. Hallelujah. Glory to God. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണേരുന്നേ, വന്നുദിക്കും പൊന്നുശസ്സെ ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണേരുന്നേ, വന്നുദിക്കും പൊന്നുശസ്സെ ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ലക്ഷ്യമെങ്ങും കാണുന്നല്ലോ കർത്തൻ തൻ വരവിൽ. ലക്ഷ്യമെങ്ങും കാണുന്നല്ലോ കർത്തൻ തൻ വരവിൽ. നിത്യമായ രക്ഷയെ തൻ പക്ഷമായി നൽകിയിടും. നിത്യമായ രക്ഷയെ തൻ പക്ഷമായി നൽകിയിടും. രക്ഷത്തിൻ സുന്ദരൻ രക്ഷയനാം രക്ഷകൻ, എത്രയും ക്ഷണത്തിൽ നമ്മെ അക്ഷയരാക്കിയിടും. രക്ഷത്തിൻ സുന്ദരൻ അക്ഷയനാം രക്ഷകൻ, എത്രയും ക്ഷണത്തിൽ നമ്മെ അക്ഷയരാക്കിയിടും. പ്രത്യാശയോടിതാ രാജനേശു വന്നിടും, നീ ഒരുങ്ങിയിട്ടുണ്ടോ? രാജനേശു വന്നിടും, നീ ഒരുങ്ങിയിട്ടുണ്ടോ? നാളുതോറും നീ അവന്റെ സാക്ഷിയാകുന്നുണ്ടോ?
സഹോദരാ, നിനക്ക് വേണ്ടി താൻ സഹിച്ച കഷ്ടതയിൽ പങ്ക് നീ വഹിക്കുന്നുണ്ടോ? പ്രിയ സഹോദരാ, നിനക്ക് വേണ്ടി താൻ സഹിച്ച കഷ്ടതയിൽ പങ്ക് നീ വഹിക്കുന്നുണ്ടോ? പ്രത്യാശയോടിതാ എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? സ്നേഹത്തിനാഴവും നീളമതിൻ വീതിയും ത്യാഗവും സമ്പൂർണതയും നീ ഗ്രഹിക്കുന്നുണ്ടോ? സ്നേഹത്തിനാഴവും നീളമതിൻ വീതിയും ത്യാഗവും സമ്പൂർണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ? പ്രത്യാശയോടിതാ ആരിലാരും പാടിടാത്ത പാട്ട് നമ്മൾ പാടും. ആരിലാരും പാടിടാത്ത പാട്ട് നമ്മൾ പാടും. ആരിലാരും ചൂടിടാത്ത വാടമുടി ചൂടും. ആരിലാരും പാടിടാത്ത വാടമുടി ചൂടും. ജീവന്റെ നാഥനായി ത്യാഗം സഹിച്ചതാം സ്നേഹമണവാളൻ സിയോൻ പുരേ വാഴും. ജീവന്റെ നാഥനായി ത്യാഗം സഹിച്ച നാം സ്നേഹമണവാളൻ സിയോൻ പുരേ വാഴും. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, ശ്വാസെ ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നു നിൽക്കും ശ്വാസെ ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ. Glory to God, glory to God. ഇന്ന് രാവിലെ സമയം ദൈവസ്ഥലായിരിക്കാൻ വിവിധ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ദൈവം നമുക്ക് സഹായിച്ച ദൈവ വിശ്വസ്തതയ്ക്കായി നമ്മുടെ കരങ്ങളെ ഉയർത്തി വീണ്ടും ദൈവത്തിന് മഹത്വം കരയറ്റാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord, praise the Lord. Oh, hallelujah. ഞാൻ ദൈവവചനം സൂക്ഷിച്ച് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവിന്റെ ദാസൻ കൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. Praise the Lord. The Spirit of the Lord is upon me, because He has anointed me to preach the gospel to poor. He has sent me to heal the brokenhearted, to preach deliverance to the captives, and recovering of sight to the blind, to set at liberty them to them who are bruised, to preach the acceptable year of the Lord. കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം ചെയ്തിരിക്കുന്നു. Praise the Lord. Dear brother, dear sister, He is the Spirit of God. He is upon you to preach the word of God. Hallelujah. ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകർന്നത് Praise the Lord. മൗനമായിരിക്കാനല്ല, to preach to the poor and to deliver the broken hearted. ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ അഭിഷേകം ചെയ്തിരിക്കുമ്പോൾ മൗനമായിരിക്കേണ്ടി വരല്ല നാം. ഹല്ലേലൂയ. ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും hallelujah, the anointing, as long as the anointing is upon you, you are supposed to be shining for the glory of God, to preach the word of God to the poor and bring people to the repentance, hallelujah, and deliver them from the wretched darkness. Hallelujah, 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 hallelujah. Let us pray the Holy Spirit help us once again to rededicate our life for the glory of God. Wherever we are, let our surroundings be shined through the power of the gospel these days. ദൈവത്തിന്റെ വചനത്താൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ചുറ്റുപാടുകൾ പ്രകാശിക്കട്ടെ. ദൈവശബ്ദം
പറയുന്നത് കേൾക്കാൻ എത്ര പറഞ്ഞില്ല. പ്രകാശത്തിലേക്ക് ജനം ദൈവവിടെയാക്കേണ്ടതിനായി നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. നമ്മുടെ മുമ്പിൽ ഒരു ചലഞ്ച് ഉണ്ട്. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ ഒരു വലിയ ചലഞ്ച് ഉണ്ട്. ഇന്നൊരു പകൽക്കാലം ദൈവം നമ്മെ ആക്കിയിരിക്കുന്നിടത്ത് നാം വിശ്വസ്തരായിരിക്കുമ്പോൾ അനേകരെ ഇതിലേക്ക് നടത്തുവാൻ തക്കവണ്ണം നമുക്കൊരു വലിയ തീരുമാനം ചെയ്യാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ആ വലിയ ചലഞ്ചാണ് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിച്ചത്. ഹല്ലേലൂയ. ദൈവപുത്രൻ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വന്നവൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പിതാവിന്റെ മടിയിൽ നിൽക്കുന്ന ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി തരുവാൻ നമ്മെ സ്നേഹിച്ച സ്വർഗ്ഗസ്ഥ പിതാവ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ സ്നേഹം നമ്മുടെ ഹൃദയങ്ങൾ വ്യാപരിക്കട്ടെ. നമ്മുടെ സ്നേഹം, ഈ ദൈവ സ്നേഹം നമ്മൾ വ്യാപരിക്കുന്നെങ്കിൽ അനേകരെ തീയിൽ നിന്ന് വഴിച്ചെടുക്കുവാൻ ദൈവം നമ്മെ മുഖാന്തരങ്ങളായി ഉപയോഗിക്കും. അത് നമുക്ക് ആവശ്യമായിരിക്കുന്നത് the anointing of the Holy Spirit. Hallelujah. Let the anointing of the Holy Spirit rest on you. Hallelujah. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം നമ്മിൽ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ പരിജ്ഞാനം കൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ ഒന്നും നടക്കയില്ല. എന്നാൽ Holy Spirit is everything. Hallelujah. Let us surrender ourselves in the presence of God this morning. Hallelujah. 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 നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ കേൾപ്പിച്ച ദൈവവചനങ്ങൾക്കായി പ്രാർത്ഥിക്കാം. നമ്മുടെ സഹോദരന്മാർ പലയിടങ്ങളിൽ നിന്നും, രാജ്യത്തിന്റെ ഏത് ഭാഗങ്ങളിൽ നിന്ന്, ഈ ലോകത്തിന്റെ ഏത് കൺട്രീസിൽ നിന്ന് ജോയിൻ ചെയ്യുവാൻ കർത്താവ് നമുക്ക് സഹായിച്ചല്ലോ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ സഭകൾ, കർത്താവിന്റെ ദാസന്മാർ വിവിധ അധ്വാനിക്കുന്നു. നാം കേട്ടതുപോലെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അനേക ദൈവദാസന്മാർ ദൈവസന്നിധിയിലേക്ക് ഈ കോവിഡിന്റെ പ്രയാസത്താൽ കടന്നുപോയെന്നാൽ ദൈവം അനേകരെ എഴുന്നേൽപ്പിക്കട്ടെ. സുവിശേഷത്തിന് പ്രകാശം ഇന്ത്യയിൽ മാത്രമല്ല, ലോകമല്ല, ആഫ്രിക്കയിൽ നാം കേട്ടതുപോലെ എല്ലാ രാജ്യങ്ങളിലും പ്രൈസ് ദി ലോർഡ് പ്രകാശം ദൈവത്തിന്റെ പ്രകാശമായി ആയിരിക്കുന്നവർ ശോഭിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം ഹല്ലേലൂയ തന്റെ ജനത്തിന്മേൽ ദൈവം അയക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നാം ദൈവത്തിൽ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ തന്നെ, ദൈവത്തെ ആരാധിക്കുമ്പോൾ തന്നെ നമ്മുടെ കുറവുകളെ ഏറ്റുപറയുവാനും ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങളെ പറയുവാനും രാജ്യങ്ങൾക്ക് വേണ്ടി, ദേശം വന്ന ജനത്തിന് വേണ്ടി പക്ഷപാതം ചെയ്യുവാനും കർത്താവ് നമുക്കിടയായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ തിരുമേനിക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ചില നാൾക്ക് ശേഷം ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ കടന്നു വരുവാൻ ദൈവമായ കർത്താവ് സർവത്തിനായി സ്തോത്രം. ഇന്ന് രാവിലെ കടന്ന സമയം മുതൽ ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കുവാൻ, ഞങ്ങളുടെ ദൈവത്തിന്റെ സ്നേഹത്തെ ഓർക്കുവാൻ, അവിടെ ചെയ്യുന്ന നന്മകളെ ഓർക്കുവാൻ, ദൈവം നന്ദി കരേറ്റുവാൻ, ആരാധിപ്പാനൊക്കെ തന്ന സന്ദർഭങ്ങൾക്കായി ഞങ്ങൾ തിരുമേനിക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ ജനം പലയിടങ്ങളിലായിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളോടുകൂടി അധ്വാനിച്ച താവിന്റെ ദാസന്മാരിൽ ചിലർ മഹത്വത്തിലേക്ക് കടന്നുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ അവരെല്ലാം അവരിൽ കൂടെ ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ഈ ലോകത്തിൽ ശേഷിച്ചിരിക്കുന്ന എളിയവർ കർത്താവേ വീണ്ടും കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനും സുവിശേഷം ലോകമെല്ലാം ഞങ്ങളെല്ലാവോളം ചെയ്യുവാനുള്ള ദൈവകൃപ ഞങ്ങളുടെ മേൽ പകർന്നു തരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ദൈവം സൂക്ഷിപ്പാൻ നിരദാസനെ ബലപ്പെടുത്തിക്കൊണ്ട് നന്ദിയോട് സ്തോത്രം. അവിടുന്ന് വിളിച്ച് വേർതിരിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേക വർഷങ്ങൾ, 67 വർഷങ്ങളോളം ദൈവസ്ഥ നിലനിർത്തിയിരിക്കാൻ
ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്റെ ദാസൻ കൂടെ ലോകമെല്ലാം കർത്താവേ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം. കുടുംബത്തിനായി സ്തോത്രം, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം, പര്യടനങ്ങളിലായിരിക്കുന്നു. ദൈവരെല്ലാം അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങൾ എവിടെയായിരുന്നാലും ഞങ്ങളുടെ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ ഹല്ലേലൂയ അവിടെ ഞങ്ങൾക്ക് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങൾക്ക് പോരാട്ടമുണ്ട്. ഞങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തം കൊണ്ടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിൽ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ആകയാൽ ഞങ്ങൾ സർവായുധവർഗം ധരിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ഈ ദിവസം നിലനിൽപ്പാൻ കർത്താവിന് വേണ്ടി മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് ആകർഷിക്കുവാൻ, സുവിശേഷത്തിന്റെ ദൂത് പ്രസ്താവിപ്പാൻ ഹല്ലേലൂയ അവിടുന്ന് കൃപ തരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊന്നുമല്ല കർത്താവേ, ഞങ്ങളൊന്നുമില്ല, അവിടുത്തെ ദൈവം ഒന്ന് മാത്രമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യഹോവയുടെ ആത്മാവിന്റെ മേൽ വസിക്കുമെന്ന് അവിടുന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ആത്മാവിന്റെ അധിവാസമില്ലാതെ, മാനിഫെസ്റ്റേഷൻ ഇല്ലാതെ ഞങ്ങൾക്ക് പ്രവർത്തിപ്പാൻ കഴിയയില്ല. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങൾ വിശ്വസ്തരായ സഹായിക്കണമേ. ആത്മാക്കൾ രക്ഷിക്കണമേ. മിഡിൽ ഈസ്റ്റില്, ഹല്ലേലൂയ, ഫാർ ഈസ്റ്റില്, ഏഷ്യയില്, യൂറോപ്പില്, അമേരിക്കയില്, സൗത്ത് അമേരിക്കയില്, അങ്ങനെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ വ്യാപാരം അയക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾക്ക് മോണിമെന്റ് അല്ല വേണ്ടത്, ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ മൂവ്മെന്റ് ആണ് വേണ്ടത് കർത്താവേ. അതിനായി ഞങ്ങളെ ഇന്ന് പകൽക്കാലം ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ സ്വന്തം കഴിവുകളോ ഞങ്ങളുടെ പരിജ്ഞാനമോ ഞങ്ങളുടെ ബുദ്ധിയോ ഒന്നും പ്രായോഗികമല്ല. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾ വസിക്കുന്നുവെങ്കിൽ ദൈവ പ്രവൃത്തി ഞങ്ങൾ വെളിപ്പെടുത്തി വിശ്വസിക്കുന്നു കർത്താവേ. അതിനായി ഞങ്ങൾ എല്ലാവരെയും അവിടുത്തെ കരങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഈ സൂമിൽ അനേകർ കടന്നു വന്നിട്ടുണ്ട്, അനേകർ കടന്നു വരുവാൻ കഴിഞ്ഞില്ല. കർത്താവേ, എല്ലാവരും അവിടുത്തെ സഹായിക്കണമേ. മിഡിൽ ഈസ്റ്റിൽ നിന്ന് അനേകരുണ്ട്. ഹല്ലേലൂയ. യുണൈറ്റഡ് കിങ്ഡത്തിൽ അനേകരുണ്ട്, ഈ അമേരിക്കയിൽ നിന്ന് അനേകരുണ്ട്, ഇന്ത്യയിൽ നിന്ന് അനേകരുണ്ട്. എല്ലാവരെയും അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കാനഡയിൽ നിന്നുള്ളവര്, ഇന്ത്യയിൽ നിന്നുള്ളവര്, അമേരിക്കയിൽ നിന്നുള്ളവര് എല്ലാ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി നോക്കാൻ, കർത്താവിന് പ്രകാശമായിരിക്കാൻ അവിടുന്ന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് സഹായിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് നന്ദിയോട് സ്തോത്രം. ശോഷിപ്പാൻ കർത്താവ് ബലപ്പെടുത്തിക്കൊണ്ട് സ്തോത്രം. പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിപ്പാൻ കർത്താവെ പൈതങ്ങളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളെല്ലാവരും കർത്താവിന് വേണ്ടി ദിവസങ്ങൾ പ്രവർത്തിപ്പാൻ, കർത്താവിന് വേണ്ടി ശോഭിപ്പാൻ അവിടുന്ന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അടുത്തു വന്ന് ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രത്യാശയെ പുതുക്കിക്കൊണ്ട് ഞങ്ങളുടെ കർത്താവിൽ ആശ്രയിച്ച് പ്രാർത്ഥനയിൽ ഞങ്ങളുടെ സമയങ്ങൾ ചെലവഴിച്ച് ഞങ്ങളുടെ ദൈവമായി സംസാരിക്കുകയും ഞങ്ങളുടെ അന്തരാത്മാവിൽ പുതിയ ജീവൻ തന്ന് ഞങ്ങൾ നടത്തുകയും ചെയ്യണമെന്ന് ഞങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലത്ത് കൂട്ടായ്മയ്ക്കായി സ്തോത്രം. എല്ലാവരും പ്രാവശ്യത്തോടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. അവിടുത്തെ അനുഗ്രഹത്തോടെ ആശീർവാദത്തോടെ ഞങ്ങൾ അയക്കണമേ. പ്രാർത്ഥനായി സ്തോത്രം. എല്ലാ അനുഭവത്തും അങ്ങേക്കിരിക്കട്ടെ. അവിടുത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കിക്കൊള്ളും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കരുണയോടെ കേൾക്കുമാറാകണമേ. ആമേൻ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിനെയും ആശ്വസിക്കും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ വിശ്വാസവും നമ്മെല്ലാവരോടും ഈ സൂമിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളോടും ലോകത്തിന്റെ ഭാഗങ്ങളിലുള്ള കർത്താവിന്റെ ജനത്തോടും വിശേഷിച്ച് കർത്താവിന്റെ സംസാരിച്ച അവിടുത്തെ വൃത്തിയോടും കൂടെ ഇപ്പോഴും എപ്പോഴും നേക്കും കർത്താവിന്റെ ഒരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ആമേൻ ആമേൻ. നമ്മുടെ കർത്താവായ യേശു മുഖാന്തരം ഇന്ന് കേൾക്കാൻ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവേ യേശുവേ വേഗം വരണമേ. Praise the Lord. God bless us all. Now we can have
moment of introducing each other and saying each other. Babu will take care of it from one by one. He can highlight each one of us and introduce ourselves. Praise the Lord. Hallelujah. God bless us all. Thank you very much. Has been spotlighted. കർത്താവിന്റെ ദാസനോട് വളരെ നന്ദിയുള്ളവരായിരിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ്, ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാം കർത്താവിന്റെ ദാസന് വേണ്ടി. ഇനിയും അനേകരെ കർത്താവിലേക്ക് നടത്തുവാൻ ആരോഗ്യവും ബലവും കർത്താവ് കൊടുക്കേണ്ടതിനായി ദൈവങ്ങളെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.